അപ്പച്ചൻ കൂട്ടത്തിലുണ്ടായിരുന്ന എനിക്കൊരു പ്രത്യേക സന്തോഷം. മാത്രമല്ല എന്റെ അസുഖത്തിന് തന്നെ കുറവുണ്ട് എന്നൊരു വിശ്വാസം അതുകൊണ്ടല്ലേ ഞാൻ ദിവസം അതും എനിക്കറിയാം. കളിക്കാം. ബാബു എന്താ പോകുന്നില്ലേ? പോകണമെന്നുണ്ട്, പക്ഷെ മനസ്സനുവദിക്കുന്നില്ല. അപ്പോ മനസ്സിനകത്ത് എന്തോ ഇരിപ്പുണ്ട്. ഉണ്ട്, തീർച്ച. അതെന്താണെന്ന് പറയാമോ? സ്നേഹം. അല്ല. പ്രേമം. അതുമല്ല. സ്നേഹവും പ്രേമവും അല്ലെങ്കിൽ പിന്നെ അനുരാഗം. അല്ല. പിന്നെന്താ? നീ. ഈ വർഷം കൊണ്ട് പിള്ളേരുടെ പഠിത്തം അങ്ങ് തീരും. ഉടനെ കല്യാണം നടത്തിയില്ലെങ്കിൽ കുഴപ്പമാണ്. ശരിയാണ്, മനുഷ്യൻ ഇനി ആദ്യം ഇതൊക്കെ പറഞ്ഞു തുടങ്ങും. ബാബു പോയോ മോളെ? പോയി പപ്പ. അവന് കുറച്ച് കാപ്പ് കൊടുത്തിട്ട് അയച്ചാ പോരായിരുന്നു. പപ്പ, ആരാ ജയിച്ചത്? ആര് ജയിക്കണമെന്നാ നിന്റെ ആഗ്രഹം? ബാബുവിന്റെ പപ്പ. ശരി. അപ്പോ എന്നേക്കാൾ നിനക്ക് ബാബുവിന്റെ പപ്പായോടാണ് സ്നേഹം അല്ലേ? മോളെ, ഞങ്ങൾ ഒരു നല്ല തീരുമാനമെടുത്തിരിക്കുക. എന്താ പപ്പ? നിങ്ങളുടെ കല്യാണം ഉടനെ നടത്താൻ. നിങ്ങൾക്ക് വിസമ്മതമൊന്നും ഇല്ലല്ലോ? രണ്ടുപേരും കൂടി തീരുമാനിച്ചതല്ലേ. ഞങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ മനുഷ്യരെന്തു പറയും? ശരി, കൊള്ളാം കൊള്ളാം. മോളെ, ഓ ഞാൻ മറന്നുപോയി. നീ ഈ പെണ്ണിനെ ഇങ്ങനെ കൊഞ്ചിക്കരുത്. എനിക്ക് കൊഞ്ചിക്കാൻ വേറെ ആരുണ്ട് ചേച്ചി? അമ്മയ്ക്ക് എന്താ ഛേദം? അതെ, ഉണ്ണണമെങ്കിൽ ചേച്ചി വേണം, ഉറങ്ങണമെങ്കിൽ ചേച്ചി വേണം. ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാലോ? ഇവൾ കൊച്ചല്ലേ ചേച്ചി? അപ്പൊ തോട്ടത്തിൽ തൊഴിൽ പ്രശ്നം കൂടുകയാണല്ലേ? അതെ. ഒരു 6 മാസത്തേക്ക് ടാപ്പിംഗ് നിർത്തിയാലെന്താ? അതുകൊണ്ടെന്താ വിശേഷം? നമുക്ക് നഷ്ടവും തൊഴിലാളികൾക്ക് വാശിയും. എന്തായാലും നീ വളരെ സൂക്ഷിക്കണം. അവിടെ ബഹളം കൂടുതലാണെന്ന് കണ്ടാൽ അപ്പൊ തന്നെ നീ ഇങ്ങോട്ട് പോന്നേക്കണം. ശരി. പിന്നെ ലിസിയെ നമ്മുടെ ബാബുവിനെ കൊണ്ട് കെട്ടിച്ചാൽ എന്താന്ന് ഞാൻ ആലോചിക്കുകയാണ്. വളരെ നല്ലതാ. എല്ലാം കൊണ്ടും അവൾക്ക് യോജിക്കും. ചോറ് തണുത്തു പോകും. ഊണ് കഴിച്ചിട്ട് സംസാരിക്കാമല്ലോ. ആഹാ, നീ ഇതുവരെ ഊണ് കഴിച്ചില്ലേ? വേഗം പോയി ഊണ് കഴിക്കേ. നീ അറിഞ്ഞോ? പപ്പ ലിസിക്ക് കല്യാണം ആലോചിക്കുന്നു. എവിടെ? ഇവിടെ തന്നെ. നമ്മുടെ ബാബു. അതാലോചിച്ച് സമയം കളയണമെന്നില്ല. കല്യാണം അങ്ങ് നടത്തിയാൽ മതി. അതെന്താ? പെണ്ണും ചെറുക്കനും കൂടി നേരത്തെ ആലോചിച്ച് വെച്ചിരിക്കുന്നതല്ലേ. ഓഹോ, അങ്ങനെയാണ്. ഇതാണോ സ്നേഹം? എന്താ? എത്ര നേരമായി ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നു. എന്തിന്? ഒരു സന്തോഷ വർത്തമാനമുണ്ട്. സന്തോഷ വർത്തമാനം? നേരാണോ?
ഇന്ന് രാവിലെ അപകടമൊന്നുമില്ലല്ലോ. എന്താണൂടാ മത്തായി സാറ് കുളിമുറി വീണു. എപ്പോ? ഇന്ന് രാവിലെ. എന്നാ നീ കൂടെ വാ, ചെന്ന് കണ്ടിട്ട് കാലേജ് പോയാൽ മതി. വാ. ഡാക്ടർ അതെ എവിടെ? പുറകെ കാണും. ഡോക്ടർ ഡോക്ടർ എന്തു വേണം? അത്യാവശ്യമായി എന്റെ വീട് വരെ ഒന്ന് വരണം. എന്റെ മകൾക്ക് തീരെ സുഖമില്ല. ഡാക്ടർക്ക് ഇവിടെ ഇല്ല. അല്ലവ ചില്ലവ സൂക്കേടാണെങ്കിൽ ഞാൻ അരക്കൈ നോക്കാം. നിങ്ങൾ ആരാ? ഞാൻ ഇവിടുത്തെ സീരിയസ് വാർഡറാണ്. സ്വല്പം ചികിത്സയുണ്ട്. വാർഡർ? ഓ, ഡാക്ടർ എവിടെ പോയെന്ന് ഒന്ന് പറയാം. മത്തായി സാറിന് വീട്ടിൽ പോയിരിക്കുക. അങ്ങനെ ഇന്നലെ ഉരുണ്ട് വീണ് ഒടിഞ്ഞു ചെതഞ്ഞ് കിടക്കുക. വിശേഷിച്ചൊന്നുമില്ല, ഞാൻ മരുന്ന് കൊടുത്തേക്കാം. ഒന്നുമില്ല തോമാച്ച, കാലത്തെ ഒന്ന് വീണു, ഒന്നും പറ്റില്ല. ദൈവാധീനം. ഒരാഴ്ച റെസ്റ്റ് എടുക്കണം. ആശുപത്രിയിലോട്ട് വരുന്നതാണ് നല്ലത്. ശരിയാണ്, കംപ്ലീറ്റ് റെസ്റ്റിന് ആശുപത്രി പോവാണ് നല്ലത്. വേണ്ട വേണ്ട, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. പപ്പായ്ക്ക് ദിനചര്യകളിലും ആഹാരക്രമത്തിലും ഒക്കെ ചില പ്രത്യേകതകളുണ്ട്. അതിവിടെയാണെങ്കിലേ സാധിക്കും. എങ്കിലെങ്ങനെയാവട്ടെ. കുഞ്ഞിന് കാളെ പോകുന്നില്ലയോ? ഇനി സമയമുണ്ടല്ലോ. അയ്യോ കുറച്ച് വെള്ളം കൊണ്ടാടാ. എന്താ ചായ? എന്താ സുഖമില്ലേ? ഡോക്ടറെ വിളിക്കണം. വേണ്ട. പിന്നെ എന്താ ഇത്ര പ്രയാസം? കേസ് നമുക്ക് ദോഷമായി വിധിച്ചടാ മോനെ. വസ്തുക്കളെല്ലാം പോയി. അതേ ഉള്ളൂ. അച്ഛനെ സമാധാനമായിട്ടില്ല. മുഴുവൻ പോയടാ മോനെ, മുഴുവൻ. ഇനി നമ്മൾ എങ്ങനെ ജീവിക്കുമടാ മോനെ? അച്ഛനെ വിഷമിക്കാതിരിക്കണം. ജോലി ചെയ്യാനുള്ള ആരോഗ്യം എനിക്കുണ്ട്. ദൈവം നമ്മെ ആഹാരത്തിന് മുട്ടിക്കില്ല. ശരീരത്തിന്റെ വേദന ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? വളരെ കുറവുണ്ട്. ഡാക്ടറുടെ എല്ലാ മരുന്നുകളും നീ നല്ലവണ്ണം ഫലിക്കുന്നുണ്ട്. ഡോക്ടർ വരണം, കാപ്പ് കുടിക്കാം. ചെല്ലണം ഡാക്ടർ. ശരി. മോളെ, അത് ചേച്ചിയല്ല. ചേച്ചിയെ പോലെ ഒരാളാണല്ലേ മോളെ? മമ്മി ഇവിടെ? പോയി. ഓഹോ. ഡോക്ടർ ഇതെല്ലാം കഴിക്കണം. എന്താ, പലഹാരങ്ങൾ ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ കഴിക്കുകയല്ലേ, എല്ലാം ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഉണ്ടാക്കിയത് ലിസിയാണ്. അതെ. ഒരു പ്രത്യേക സ്വാദുണ്ട്. ഞാൻ ലിസിയുടെ കാര്യം എപ്പോഴും ഓർമ്മിക്കും. അതെന്താ ഡോക്ടർ? വീട്ടിൽ വരുന്ന അതിഥികളെ ലിസി എത്ര ഹൃദ്യമായി സൽക്കരിക്കുന്നു. അത് വെറും മര്യാദ മാത്രമല്ലേ ഡോക്ടർ? അതെ, എങ്കിലും ആ മര്യാദയിൽ എന്തോ മധുരമുള്ളതുപോലെ ഒരു തോന്നൽ. ഈ പഴം കൂടി കഴിക്കണം. മതി ലിസി, വളരെ തൃപ്തിയായി. ഇത് വലിയൊരു വിരുന്നായിപ്പോയി. ഡോക്ടർ ഇനി എന്ന് വരും? നാളെ വരാം. എന്താ, വരണോ? തീർച്ചയായും. പപ്പ എഴുന്നേറ്റിരിക്കുന്നത് വരെ ഡോക്ടർ എന്നും ഇവിടെ വരണം. പപ്പായിക്ക് സുഖമായാൽ പിന്നെ വരണ്ടെന്നാണോ? അയ്യോ, അങ്ങനെ ഞാൻ പറയുമോ? ഡോക്ടർ ഈ കുടുംബത്തിലെ ഒരു അംഗമല്ലേ? മോളെ വരട്ടെ. എന്താ ബാബു ഒരു വിഷമം? ഒന്നുമില്ല ലിസി, ഞാൻ അവസാനമായി നിന്നെ കാണാൻ വന്നതാണ്. അവസാനമായോ? അതെ, യാത്ര ചോദിക്കാൻ. വല്ലയിടത്തും പോകുന്നു? ഇല്ല, നമ്മുടെ സ്നേഹബന്ധത്തോട് യാത്ര ചോദിക്കാൻ. മനസ്സിലായി. എങ്കിലും ബാബുവിന് ഇത്ര ഹൃദയമില്ലാതായി പോയല്ലോ. ബാബു, ഞാൻ പണത്തെ സ്നേഹിച്ചില്ല, പണം ആഗ്രഹിച്ചതുമില്ല. ഞാൻ ആഗ്രഹിച്ചത് ബാബുവിനെയാണ്, ബാബുവിനെ മാത്രം. അത് തെറ്റാണെന്ന് ലോകം പറയും. പ്രേമത്തിന്റെ ശക്തി ലോകത്തിന് അതീതമാണ്. അത് കൊടുങ്കാറ്റ് പോലെ ഉയരും, അഗ്നിപർവ്വതം പോലെ പൊട്ടും. ഇന്നലത്തെ ഞാൻ നിനക്ക് അനുയോജ്യനായിരുന്നു. ഇന്നത്തെ ഞാൻ
എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ബാബു, ഇതൊരു പരീക്ഷയാണ്, അഗ്നി പരീക്ഷ. പണം പ്രേമത്തിനെതിരെ നടത്തുന്ന ഒരു വെല്ലുവിളി. ബാബു, സ്നേഹം ഒരിക്കലും തോറ്റിട്ടില്ല, ഇനി തോൽക്കുകയുമില്ല. എങ്കിലും എങ്കിലും ഭാര്യയെ പോറ്റാൻ കഴിവില്ലാത്തവൻ വിവാഹം കഴിക്കുന്നത് തെറ്റല്ലേ? ആ ഭാര്യ ദുഃഖത്തിന്റെ പാനപാത്രം ഏറ്റുവാങ്ങാൻ ഒരുങ്ങി വരുന്നവളാണെങ്കിലോ? യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ ബാബു, എനിക്ക് വേറൊന്നും വേണ്ട. ഒരു നേരം ഇത്തിരി പുഞ്ചിരിയും, ഒരു നേരം രണ്ടിട്ട് കണ്ണീരും. എന്റെ ലിസി, ബാബു, നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് വരാം. ഡോക്ടറെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ പപ്പായ്ക്ക് പ്രയാസമാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ, ഒരു വലിയ ബന്ധം പോലെയാണ്. എനിക്കും അങ്ങനെ തന്നെ. ആ വീട്ടിൽ വരുന്നത് എനിക്കൊരു ആനന്ദമാണ്. ലിസിയെയും ലില്ലിയെയും എനിക്കൊരിക്കലും മറക്കാൻ കഴിയുന്നില്ല. തൽക്കാലം നിങ്ങളെ 6 മാസത്തേക്ക് നിയമിച്ചിരിക്കും. സ്ഥിരപ്പെടുത്തുന്ന കാര്യം പിന്നെ ചിന്തിക്കാം. എന്താ? ശരി സാർ. ലിസി ഒരു നേഴ്സിന് പറ്റും. നഴ്സായി ഡോക്ടറുടെ കൂടെ ഒരു ജോലി തരാമോ? അത് വേണം. ഞാൻ തമാശ പറഞ്ഞതല്ല, എനിക്കൊരു ജോലി ആവശ്യമാണ്. അടുക്കള ജോലിയാണ് നല്ലത്, അല്ലേ ഡാക്ടർ? ഏറ്റവും ശരി, ഒരു പുതിയ അടുക്കള. ഒരു പുതിയ അടുക്കളയും ഒരു പുതിയ ജോലിയും. എടി, നീ വായാടിക്കൊണ്ടിരിക്കാതെ ഒരു ഡാക്ടർ കാപ്പി ഉണ്ടാക്കിക്കോണം. ഡാക്ടർ, ഈ പെണ്ണിന്റെ കല്യാണം ഉടനെ നടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുക. പറ്റിയ ചെറുക്കനെ കണ്ടിട്ടുണ്ടാകും. അതൊക്കെ നേരത്തെ മനസ്സിൽ കുറിച്ചു വെച്ചിരിക്കല്ലേ. മത്തായി സാറ് ജീവിച്ചിരിക്കുമ്പോ തോമാച്ചന് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. മത്തായി സാറിനോട് ഞാൻ സഹായം ആവശ്യപ്പെടുന്നത് മോശമല്ലേ കേറിച്ച? ആവശ്യപ്പെടാതെ തന്നെ മത്തായി സാർ ചെയ്യുമല്ലോ, ചെയ്യാൻ കടപ്പെട്ടവനല്ലേ. സത്യം പറഞ്ഞ തോമാച്ചന്റെ തണലിൽ മാത്രമല്ലേ മത്തായി സാർ വളർന്നതും ഉയർന്നതും. പ്രതിഫലം ആഗ്രഹിച്ച് ഞാൻ ആർക്കും ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർക്കാണ് പ്രതിഫലം കിട്ടുക. തോമാച്ചൻ മത്തായി സാറിനെ കണ്ട് പറഞ്ഞോ? ഇല്ല. ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ ആരെയും കാണണ്ടെന്ന് വെച്ചു. അത് തെറ്റായിപ്പോയി. തോമാച്ചൻ ഒന്നും ചോദിക്കണ്ട, വെറുതെ സാറിനെ പോയി ഒന്ന് കണ്ടാ മാത്രം മതി. ശരി. A B C D A B C D E A B C D E കാക്കേ കാക്കേ കൂടെവിടെ കാക്കിനകത്തൊരു കുഞ്ചുണ്ടോ? ഗ്രഹപ്പഴാന്ന് വിചാരിച്ചാ മതി. എന്റെ കാര്യം തന്നെ കണ്ടില്ലേ, ഇപ്പൊ ഞാൻ വീഴേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ? ഇപ്പോഴാണെങ്കിൽ ചങ്കിന് പണ്ടത്തേക്കാൾ ഭയങ്കര വേദന. ഞാൻ വക്കീലിനെ കൂടുതൽ വിശ്വസിച്ചു പോയി. അങ്ങനെ ആരെയും കൂടുതൽ വിശ്വസിക്കരുത് തോമാച്ച. തനിക്ക് താനും പുരയ്ക്ക് തൂണും. രക്ഷപ്പെടാൻ ഒരു മാർഗവും കാണുന്നില്ല. ഇനി രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട തോമാച്ച. മുടിഞ്ഞവനെ കരകയറ്റാനും മുറിച്ചൂട്ട് കത്തിക്കാനും പ്രയാസമാണ്. ദൈവമെല്ലാം നോക്കിയിരിക്കുകയല്ലയോ? ദൈവത്തിന് ഇതൊക്കെ നോക്കാനാണോ നേരം? അങ്ങർക്ക് ഇതിനേക്കാൾ എത്രയോ വലിയ കാര്യങ്ങൾ കിടക്കുന്നു. ഒരു 10,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ കിടപ്പാടമെങ്കിലും തിരിച്ചെടുക്കാമായിരുന്നു. ഓ, ഇനി കിടപ്പാടം കിട്ടിയിട്ട് എന്താ വിശേഷം? എന്റെ അഭിപ്രായത്തിൽ തോമാച്ചൻ ഈ ദേശത്ത് നിൽക്കുന്നത് എന്ന നാണക്കേട്. മൂക്കോളം മുങ്ങിയാ പിന്നെ 3 ആളെന്നോ 4 ആളെന്നോ ഉണ്ടോ? വല്ല മലബാറിലോ കുടകിലോ ചെന്ന് പറ്റിയാൽ മിടുക്കത്തിരിക്കും. കാപ്പി. എത്ര നാളായി നമ്മൾ ചതുരംഗം കളിച്ചിട്ട്? ഇപ്പോൾ വെറുതെ ഇരിക്കില്ലയോ? നമുക്കൊന്ന് നോക്കാം. അയ്യോ, ഞാൻ ചതുരംഗ കളി നിർത്തി തോമാച്ച. അതെന്താ? ഹാർട്ട് ഡിസീസുകാർക്ക് ചതുരംഗ കളി തീരെ പറ്റിയതല്ല. അപ്പോ തോമാച്ച ഇറങ്ങിയല്ലേ, എനിക്കൊന്ന് കുളിക്കണം. കുറച്ചു നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചാ ഇങ്ങോട്ട് കയറിയത്. വർത്തമാനമൊക്കെ ഡാക്ടർ നിയന്ത്രിച്ചിരിക്കുക. അപ്പൊ ഞാൻ ഇറങ്ങാം. ഇറങ്ങിയാ
മംഗലാക്ഷമ്മ, മംഗലാക്ഷമ്മ, ഇതെന്താ ഈ നട്ടുച്ചയ്ക്ക് പൊതിച്ചു മൂടി കിടക്കുന്നത്? എന്നോട് പിണക്കമാണോ? എനിക്കറിയാം, ഇന്നലെ മീൻകറി തരാഞ്ഞിട്ട്. ഇന്നലെ മീൻ മേടിച്ചില്ല കേട്ടോ, എന്റെ പൊന്നല്ലേ. മേടിച്ചിരുന്ന നിനക്ക് ഞാൻ കൊണ്ട് തരാതിരിക്കുക. ഇന്ന് ഞാൻ മീനും ഇറച്ചിയും മുട്ടയും ഒക്കെ ധാരാളം കൊണ്ടുവന്നിട്ടുണ്ട്. വയറ് നിറച്ച് കഴിച്ചോ. ഇതാരും കാണിക്കാതെ കഴിക്കണം. കഴിച്ചില്ലേ വലിയ കേസാകും കാണിക്കാൻ. നിങ്ങളോട് എന്ത് ചെയ്യാ? വരുന്നേ, ഞാൻ പോയേക്ക് വരാം കേട്ടോ. എടാ നമുക്ക് ഈ പെണ്ണുങ്ങൾക്ക് മാത്രം ഇറച്ചി മീനും കൊടുക്കുള്ളൂല്ലേ? അവർക്ക് ഉള്ളത് മതിയല്ലോടാ, പിന്നെ നീയായിട്ട് എല്ലാവരും കൊടുക്കും. നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയോ? എന്റെ പാത്രം കൊണ്ടുപോയിട്ട് എനിക്കിതുവരെ ചോറ് കിട്ടിയില്ലല്ലോ. വാടറിങ്ങി വരട്ടെ കൊള്ളാൻ. ഒരു 25,000 രൂപയെങ്കിലും സ്ത്രീധനം കൊടുക്കണ്ടേ? അത് മാത്രം പോരാ, ഒരു കാറ് കൂടി കൊടുക്കണം. നീ തന്നെ ഈ കാര്യം ഡാക്ടറോട് സംസാരിക്കും. കഴിവതും വേഗം നമുക്കിതൊക്കെ നടത്തണം. നീ എവിടെ പോയതാടി? വെറുതെ വഴിയിലോട്ടിറങ്ങി. ഇനി തോന്നിയാസമൊന്നും വെച്ച് പുലർത്താമെന്ന് വിചാരിക്കണ്ട. തോന്നിയാസമോ? പിന്നെ കെട്ടുപ്രായം കഴിഞ്ഞ പെണ്ണ് കണ്ടവരുടെ കൂടെയൊക്കെ ഇറങ്ങി നടക്കുന്നത് തോന്നിയാസമല്ലേ? പപ്പ, ഞാൻ ബാബുവിനെ കാണാനാ പോയത്. ബാബുവിനിപ്പോ ബാങ്കിലാണ് ജോലി. പപ്പയെ കൊണ്ടൊന്ന് റെക്കമെൻഡ് ചെയ്യിക്കാനാ വന്നത്. ഞാൻ ഇതേവരെ ആർക്കു വേണ്ടിയും ശുപാർശ ചെയ്തിട്ടില്ല, ഇനി ഒട്ടും ചെയ്യുകയുമില്ല. അതിനുവേണ്ടി ബാബു വെറുതെ ബുദ്ധിമുട്ടണ്ട. പപ്പ എന്താ ബാബുവിനോട് അങ്ങനെ പറഞ്ഞത്? ബാബു എനിക്ക് ആരുമല്ല. പക്ഷേ ബാബു എനിക്ക് വലുതാണ്. ഇതാ നോക്ക്, ബാബുവുമായി നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് ഇന്നു മുതൽ ഉപേക്ഷിക്കുക. കാരണം നിന്റെ വിവാഹ നിശ്ചയം തന്നെ. അത് നിശ്ചയിച്ചു കഴിഞ്ഞതാണ്. ആര്? പപ്പ. എന്നാൽ ഞാനത് തിരുത്തിയിരിക്കുന്നു. ഒറ്റ വാക്കിൽ തിരുത്താൻ പപ്പയ്ക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ പെയിന്റ് മാറ്റുന്നത് പോലെ സ്നേഹം മാറ്റാനും എനിക്ക് ഹൃദയമില്ല. ഞങ്ങൾക്ക് ഹൃദയമുണ്ട്, സ്വാതന്ത്ര്യവുമുണ്ട്. എന്റെ മകളെ ആര് വിവാഹം കഴിക്കണം എന്ന് നിശ്ചയിക്കേണ്ടത് ഞാനാണ്. ഞങ്ങളുടെ സ്നേഹത്തിന് വളം വെച്ച് തന്നതും വളർത്തിയതും ഞങ്ങളല്ല, പപ്പയാണ്. വിവാഹ വാഗ്ദാനം കൊണ്ട് ഞങ്ങളെ ആശിപ്പിച്ചതും അടുപ്പിച്ചതും പപ്പയാണ്. ആ പപ്പയാണോ 3 കാശിനു വേണ്ടി ഇന്ന് ബാബുവിനെ തള്ളി പറയുന്നത്? ചുറ്റുപാടുകൾ അനുസരിച്ച് അഭിപ്രായങ്ങളും തീരുമാനങ്ങളും മാറിയെന്നിരിക്കും. ചുറ്റുപാടനുസരിച്ച് മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിർത്തണം നിന്റെ പ്രസംഗം. ഈ ധിക്കാരം എന്റെ പപ്പയുടെ നേർക്കോ തമ്പിച്ചായന്റെ നേർക്കോ അല്ല, പിന്നെ എന്നെ വിൽക്കാനും വാങ്ങാനും ഒരുങ്ങിയ പണത്തിന്റെ നേർക്ക്. എന്താ ഇത്? അടിക്കുമെന്നും കൊല്ലുമെന്നും പേടിപ്പെടുത്തി മനസ്സ് മാറ്റാൻ സാധിക്കില്ലെന്ന് അറിഞ്ഞുകൂടെ? എന്നാ കൊണ്ടുപോയി കുറെ പാൽപ്പായസം വെച്ചു കൊടുക്കണി മനസ്സ് മാറ്റാൻ. വരൂ ലിസി. പാപ്പച്ചൻ പണത്തിന് വേണ്ടി വന്നതായിരിക്കും. പാപ്പച്ച, എനിക്കിനി ഈ വീട് മാത്രമേ ഉള്ളൂ. 10,000 രൂപയല്ലേ ഉള്ളൂ. അത് തന്നില്ലെങ്കിൽ തന്നെ കിട്ടിയതായി ഞാൻ വിചാരിക്കും. എത്ര 10,000 തോമച്ചന് പലരിൽ നിന്നും കിട്ടാനുണ്ട്. കിട്ടാനുള്ളതൊന്നും ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല പാപ്പച്ച. പക്ഷെ കൊടുക്കാനുള്ളത് കൊടുക്കണ്ടേ? ഞാൻ വന്നത് പണത്തിനൊന്നുമല്ല, മറ്റൊരു കാര്യം ആലോചിക്കാമെന്ന് വിചാരിച്ച് കയറിയതാ. എന്താ പാപ്പച്ച? എന്റെ അമ്മിണിയെ ബാബുവിനെ കൊണ്ട് കെട്ടിക്കണമെന്ന് എനിക്കൊരാഗ്രഹം. എന്താ തൊമ്മച്ചന്റെ അഭിപ്രായം? എനിക്ക് സമ്മതമാ പാപ്പച്ച. ബാബുവിനോടൊന്ന് ചോദിക്കണ്ടേ? ഇന്നത്തെ പരിതസ്ഥിതിയിൽ ചോദിക്കണമെന്ന് തന്നെ ഇല്ല. ഞാൻ പറയുന്നത് അവൻ അനുസരിക്കും. അവൻ അനുസരണയുള്ളവനാ. സ്വഭാവമോ ബഹുവിശേഷം. പണം ഉണ്ടാകുന്നു പോകുന്നു, അതാര് കണക്കാക്കുന്നു? മനുഷ്യനേക്കാൾ പണത്തിന് തൂക്കം കൽപ്പിക്കുന്നവരാണ് അധികവും. ഞാൻ അങ്ങനെയല്ല കേട്ടോ.
എനിക്ക് മനുഷ്യർ കഴിഞ്ഞേ പണമുണ്ട്. അതെനിക്കറിയാം പാപ്പച്ച. എന്നാൽ നമുക്ക് കല്യാണം അങ്ങ് ഉടനെ നടത്തണം. എന്താ? അങ്ങനെ ആട്ടെ. ലിസി, പിന്മാറാൻ നിനക്ക് കഴിയുമെങ്കിൽ അതാണ് നല്ലത്. എന്റെ സ്ഥാനത്ത് ചേച്ചിയായിരുന്നെങ്കിൽ പിന്മാറുമായിരുന്നു. ഇത്രത്തോളം എതിർപ്പുകളെ നേരിടാൻ നിനക്ക് ശക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. എതിർപ്പുകൾ കൂടുന്തോറും സ്നേഹം ബലപ്പെടുകയാണ്. പപ്പയും തമ്പിച്ചായനും വല്ലാതെ കോപിച്ചിരിക്കുകയാണ്. എല്ലാം അനുഭവിക്കുക, അല്ലാതെ എന്ത് ചെയ്യും? ലിസി, ഞാൻ നിർബന്ധിക്കുകയോ ഉപദേശിക്കുകയല്ല. ചേച്ചിയുടെ കടമ ഞാൻ മനസ്സിലാക്കുന്നു. വല്ല നിവൃത്തിയുമുണ്ടെങ്കിൽ. ഇല്ല ചേച്ചി, ഞാൻ തീരുമാനിച്ചു പോയതാണ്. അന്ത്യം വരെ ആ തീരുമാനം എന്റെ കൂടെ ഉണ്ടായിരിക്കും. മോനെ, എന്താ ചായ? പിന്നെ ഒരു സന്തോഷ വർത്തമാനം പറയാനുണ്ട്. എന്താ പറഞ്ഞു? പനക്കിലെ പാപ്പച്ചൻ ഇവിടെ വന്നിരുന്നു. എന്തിനാ? അയാളുടെ മകളെ നിന്നെ കൊണ്ട് കിട്ടിക്കണമെന്നൊരാലോചന. ഇന്നത്തെ സ്ഥിതിക്ക് ആ ബന്ധം നല്ലതല്ലേ മോനെ? തൽക്കാലം എന്നെ വിൽക്കാൻ അച്ചായൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയണം. ലിസിയുടെ കാര്യം ഇനി നടക്കുമെന്ന് വിചാരിക്കണ്ട. നടന്നാലും ഇല്ലെങ്കിലും ഈ ബന്ധം നമുക്ക് വേണ്ട ചായ. ശരി, നിന്റെ ഇഷ്ടം എന്റെയും ഇഷ്ടം. എന്റെ അഭിപ്രായം ഞാൻ പറയാം. വിവാഹം അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല. നിനക്ക് വകതിരിവില്ലേ? കിടപ്പാടം പോലും ഇല്ലാത്തവനെ കൊണ്ട് അവളെ കെട്ടിച്ചാൽ എന്തായിരിക്കും ഭാവി? കോടീശ്വരന്മാർ കെട്ടുന്ന പെണ്ണുങ്ങൾ വഴിയാധാരമാകുന്നില്ലേ? പക്ഷെ നമ്മളൊന്ന് ചെയ്യുമ്പോൾ അത് നോക്കിക്കണ്ട് ചെയ്യണം. കുടുംബജീവിതത്തിന്റെ സുഖം മനസ്സുകളുടെ പൊരുത്തമാണെന്നറിയാമല്ലോ. കല്യാണം നടന്ന് 4 ദിവസം കഴിയുമ്പോൾ മനസ്സുകൾ തമ്മിൽ പൊരുത്തപ്പെട്ടുകൊള്ളും. അല്ല ലിസിയോ, ഇരിക്കൂ. ഇന്നെങ്കിലും ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയല്ലോ. ഇന്ന് വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ഡോക്ടർ. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വരാൻ പാടില്ലേ? ഇരിക്കൂ ലിസി. വേണ്ട, ഞാനിവിടെ നിന്നുകൊള്ളാം. അത്രയൊന്നും ഭവ്യത കാണിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കൂട്ടത്തിൽ ഇരിക്കാനുള്ളതല്ലേ. ആ, ചന്ദ്ര, ടീ കൊണ്ടുവരും. ആ, പപ്പായ്ക്ക് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. നമ്മൾ തമ്മിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും പപ്പായും തമ്പിച്ചായനും കൂടി നമ്മുടെ വിവാഹം നടത്താനിരിക്കുക. ഞാൻ അറിഞ്ഞു. മനം പോലെ മംഗല്യം അല്ലേ? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പറയാമല്ലോ. ആ, ഇതാ ചായ കുടിക്കാം. ഇപ്പോ വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ? 4 മണിക്ക് ഇന്നും ഇങ്ങോട്ട് വന്നാൽ വല്ലതുമൊക്കെ സംസാരിച്ചിരിക്കാം. എന്താ? എനിക്ക് സംസാരിക്കാൻ അവസരം തന്നിരുന്നുവെങ്കിൽ ഡോക്ടർ ഇത്രയൊന്നും പറയുമായിരുന്നില്ല. അതെന്താ? പപ്പയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടർ വീട്ടിൽ വന്നു. നാം തമ്മിൽ പരിചയപ്പെട്ടു. ആ രംഗം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ലിസിയുടെ ആ ചിരിയും ചായ സൽക്കാരവുമെല്ലാം. ഞാൻ പറയട്ടെ, ഞാൻ വളരെ സ്വാതന്ത്ര്യമായി ഡോക്ടറോട് ഇടപെട്ടു. എന്നോട് ഡോക്ടർക്ക് പ്രത്യേകത തോന്നാനുള്ള കാരണം എന്റെ പെരുമാറ്റമാണെങ്കിൽ ആദ്യം ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു. എന്താണ് ഈ പറയുന്നത്? എന്നെ ഒരു സഹോദരിയെ പോലെ ഡോക്ടർ കണക്കാക്കണം. സഹോദരിയെ പോലെയോ? അതെ, വാത്സല്യമുള്ള ഒരു സഹോദരിയെ പോലെ. ഈ അപേക്ഷ അങ്ങ് സ്വീകരിക്കണം. സന്തോഷത്തോടെ സ്വീകരിക്കാം. പക്ഷേ കാരണം കൂടി അറിയണ്ടേ? പറയൂ. എനിക്കൊരു കളിത്തോഴനുണ്ട്, ബാബു. ഞങ്ങളുടെ വിവാഹം പപ്പ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ അടുത്ത കാലത്ത് ബാബുവിനുണ്ടായ സാമ്പത്തിക പരാജയം പപ്പയെ ഒരു പുതിയ തീരുമാനത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ആ തീരുമാനമായിരിക്കും ഈ വിവാഹാലോചന. അതെ, പക്ഷേ ഭർത്താവിന്റെ സ്ഥാനത്ത് ബാബുവിനെ അല്ലാതെ മറ്റൊരു പുരുഷനെ സ്നേഹിക്കാൻ
ഒരിക്കലും എനിക്ക് കഴിയില്ല ഡോക്ടർ. ലിസി ഈ കാര്യം തുറന്നു പറഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. ലിസിയുടെ പ്രേമബന്ധത്തിൽ ഒരിക്കലും ഞാനൊരു വിലങ്ങുതടിയാവില്ല. നിങ്ങൾക്ക് ഞാൻ മംഗളം നേരുന്നു. ഡോക്ടർ, എന്നിൽ നിന്നും എന്തെങ്കിലും അവിവേകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി മാപ്പ് ചോദിക്കുന്നു. ഒന്നുമില്ല ലിസി. മരിച്ചുപോയ എന്റെ സഹോദരിയുടെ സ്ഥാനത്ത് ഇന്നു മുതൽ ലിസിയാണ്. ഒരു സഹോദരന്റെ എല്ലാ സ്നേഹവാത്സല്യങ്ങളും എന്നിൽ നിന്ന് ലിസിക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി. ഞാൻ പോട്ടെ ഡോക്ടർ. ശരി. അപ്പോൾ വേണ്ടപ്പെട്ടവരോടൊക്കെ പറഞ്ഞു, അച്ഛനോടും ഒന്ന് സൂചിപ്പിച്ചു. പക്ഷേ പ്രശ്നം കുഴഞ്ഞമട്ടാണല്ലോ പാപ്പച്ച. എന്താ? അവനിപ്പോൾ കിട്ടുന്നില്ലെന്ന് പറയുന്നു. പിള്ളേരങ്ങനെയൊക്കെ പറയും. നമ്മൾ തന്തമാരങ്ങ് തീരുമാനിച്ചാൽ മതി. അത് തെറ്റല്ലേ? തോമാച്ചൻ പറഞ്ഞാൽ അവൻ അനുസരിക്കില്ലേ? ഇക്കാര്യം പ്രയാസമാണ്. അനുസരണ ഇല്ലാത്തവനെ കൊണ്ട് എന്റെ പെണ്ണിനെ ഞാൻ കെട്ടിക്കത്തില്ല. നസറത്ത് നിന്നുണ്ടോ നന്മ വരാൻ പോകുന്നു. നോക്കിക്കോ, അവന്റെ രാജൻ ചെറുക്കനെ കൊണ്ട് അടുത്ത ആഴ്ച എന്റെ പെണ്ണിനെ ഞാൻ കെട്ടിക്കും. ആ, ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് തരാനുള്ള 10,000 രൂപയ്ക്കും പ്രമാണം എഴുതരണം. പ്രമാണമോ? പാപ്പച്ചനറിയാമല്ലോ, ഈ വീട് മാത്രമേ ഇനി എനിക്കുള്ളൂ. അത് മതി. ഈ വീട് എനിക്ക് ഇന്ന് എഴുതരണം. തോമാച്ചൻ മാറണ്ട. തോമാച്ചൻ ഇവിടെ വാടകയ്ക്ക് താമസിച്ചോളൂ. പാപ്പച്ച, 1 വർഷത്തിനകം എങ്ങനെങ്കിലും ഞാൻ പണം ഉണ്ടാക്കി തരാം. അതുവരെ എനിക്ക് രേഖ വേണ്ടേ? മനുഷ്യന്റെ കാര്യമല്ലേ. നാളെ എനിക്കോ തോമച്ചനോ എന്ത് വരുമെന്ന് ആര് കണ്ടു? പാപ്പച്ച, ഈ വീടിന്റെ കാര്യം മാത്രം. ഒന്നും പറയണ്ട. ഇന്ന് എനിക്ക് എന്റെ പണം കിട്ടണം. ഇല്ലെങ്കിൽ ഈ വീട് പണയം എഴുതി കിട്ടണം. പാപ്പച്ച, അച്ഛയാ, ഇന്ന് തന്നെ ഈ വീട് ഇയാൾക്ക് പണം എഴുതി കൊടുക്കും. എന്താ, തൃപ്തിയായോ? ഞാൻ എന്റെ കാര്യം നോക്കുന്നു. അതിനാരും പരിഭവിച്ചിട്ട് കാര്യമില്ല. മോനെ, നീ നിമിത്തം ഈ കിടപ്പാടം കൂടി പോയല്ലോടാ. അയാളുടെ മകളെ കെട്ടിയിട്ട് നമുക്ക് ഈ വീട് വേണ്ട ചായ. എന്നെ വഴിയിലിട്ട് കൊല്ലാനാണോ നിന്റെ ഒരുക്കം? പട്ടിണിയാണെങ്കിലും സ്വന്തം വീട്ടിൽ കിടന്ന് കണ്ണടയ്ക്കാൻ എനിക്ക് ഭാഗ്യമില്ലാതായി പോയല്ലോ. ഈ വീട് വിട്ട് അച്ചായനെങ്ങും പോകേണ്ടി വരില്ല. 10,000 രൂപയല്ലേ ഉള്ളൂ. ഈ വീട് ഞാൻ വീണ്ടെടുക്കും. എന്റെ ജീവിതത്തിലെ ലക്ഷ്യം അത് മാത്രമായിരിക്കും. ആ, ദൈവം നിന്നെ സഹായിക്കട്ടെ. നീ ഡാക്ടറെ കണ്ടോ? കണ്ടു. ആ, കല്യാണം ഉറപ്പിക്കുന്ന കാര്യം എന്ത് പറഞ്ഞു? ഈ കല്യാണം നടക്കില്ല. പെമ്പിള്ളേരെ കയറൂരി വിട്ടാ ഇങ്ങനെയൊക്കെ ഇരിക്കും. എന്തുണ്ടായി? കാര്യം എന്താണെന്ന് പറ. അവർ രാവിലെ ഡോക്ടറെ കണ്ടു വിവരമെല്ലാം പറഞ്ഞു. അത്രയ്ക്കായ എടാ തമ്പി, ഇവളുടെ ധിക്കാരത്തിന് പ്രതികാരം എന്താണെന്ന് അറിയാമോ? ഞാനത് തീരുമാനിച്ചിട്ടുണ്ട്. എന്താ? നമ്മുടെ തോട്ടത്തിലെ സൂപ്രണ്ടിനെ കൊണ്ട് അവളെ കെട്ടിക്കുക. കല്യാണം ഉറപ്പിക്കുന്നത് പോലും ആരും അറിയരുത്. ശരിയാ. ഈ വ്യാഴാഴ്ച തന്നെ നടത്തണം. ഈ വ്യാഴാഴ്ച. ആഹാ. ചേച്ചി, ചേച്ചി, ചേച്ചി കരയുന്നോ? ഇല്ല മോളെ, ഇല്ല. ഏതായാലും അവളുടെ അറിവ് സമ്മതവും കൂടാതെ വിവാഹം നടത്തരുത്. അവൾ അറിഞ്ഞതിന്റെ അനുഭവം കണ്ടില്ലേ? ഉടനെ ഒന്നും തീരുമാനിക്കാതിരിക്കുകയാണ് നല്ലത്. അവളുടെ മനസ്സൊന്ന് ശാന്തമാകട്ടെ. ഒരു ദിവസം കൂടി നീട്ടിക്കൊണ്ടു പോകുന്ന അബദ്ധമാണ്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ ചെയ്യും. എനിക്കൊന്നേ പറയാനുള്ളൂ. ലിസിയുടെ പേരിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല.
സൂപ്രണ്ടിനെ കൊണ്ട് അവളെ കെട്ടിക്കുക. കല്യാണം ഉറപ്പിക്കുന്നത് പോലും ആരും അറിയില്ല. ശരിയാ, ഈ വ്യാഴത്തിൽ തന്നെ നടത്തണം. പ്രിയപ്പെട്ട ലിസി, നാളെ കാലത്ത് നിന്റെ വിവാഹ നിശ്ചയമാണല്ലോ. എല്ലാവിധത്തിലും ഞാൻ നിരാശനാണ്. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് എനിക്കോ മറ്റുള്ളവർക്കോ പ്രയോജനമില്ല. നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന സ്വർണവാതിലിൽ മന്ത്രകോടിയുമെടുത്ത് നീ പ്രവേശിക്കുമ്പോൾ എന്റെ ജീവിതത്തോട് ഞാൻ യാത്ര പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞതെല്ലാം മറന്ന് നീ ഒരു നല്ല ഭാര്യയായി ജീവിക്കുക. നിന്റെ സുഖത്തിലും ദുഃഖത്തിലും എന്റെ ആത്മാവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നിന്റെ ബാബു. എന്താ മോളെ? ചേച്ചി കണ്ടില്ല. കണ്ടില്ലേ? ലിസി, ലിസി എവിടെ പോയി? മാലാഖയാം നിന്നെ പ്രിയതമയാക്കി മണ്ണിലെ യാചകഗായകൻ ഞാൻ. ആകാശത്താമര പ്രാണനിൽ ചൂടി ആഷാഢമേഘമാം ആട്ടിടയൻ. മാലാഖയാം നിന്നെ പ്രിയതമയാക്കി മണ്ണിലെ യാചകഗായകൻ ഞാൻ. ഭൂമിയും സ്വർണവും പങ്കുവയ്ക്കാതെ ജീവനും ജീവനും ഒന്നിച്ചു ചേർന്നു. ഭൂമിയും സ്വർണവും പങ്കുവയ്ക്കാതെ ജീവനും ജീവനും ഒന്നിച്ചു ചേർന്നു. പൂമരക്കാട്ടിൽ നിൻ സ്നേഹഗന്ധം വസന്തമായി വന്നു. വസന്തമായി വന്നു.
മാലാഖയാം നിന്നെ പ്രിയതമയാക്കി മണ്ണിലെ യാചകഗായകൻ ഞാൻ. രാഗവും താളവും എന്നതുപോലെ ജീവിതഗാനത്തിൽ നമ്മൾ ലയിക്കും. രാഗവും താളവും എന്നതുപോലെ ജീവിതഗാനത്തിൽ നമ്മൾ ലയിക്കും. വെള്ളി നക്ഷത്രം എന്നിരുൾ കാട്ടിൽ വഴികാട്ടിയാകും. വെള്ളി നക്ഷത്രം എന്നിരുൾ കാട്ടിൽ വഴികാട്ടിയാകും. ആകാശത്താമര പ്രാണനിൽ ചൂടി ആഷാഢമേഘമാം കാട്ടിടയൻ. മാലാഖയാം നിന്നെ പ്രിയതമയാക്കി മണ്ണിലെ യാചകഗായകൻ ഞാൻ. മണ്ണിലെ യാചകഗായകൻ ഞാൻ. ലിസി, നാം ആടുകയും പാടുകയും ചെയ്തു. പക്ഷേ ഒരു ഭാരമുള്ള കുരിശ് നാം ഇന്ന് ഏറ്റെടുക്കുകയായിരുന്നു. ആ ഭാരത്തിന്റെ ഒരംശം ഞാൻ കൂടി തോളിലേന്തിക്കൊള്ളാം. നിന്നെപ്പറ്റി ഓർക്കുമ്പോഴാണ് എനിക്ക് വേദന. ഭൂമിത്തയിൽ നിന്നും പൂഴിയിലേക്കുള്ള നിന്റെ വീഴ്ച. പൂഴിയിൽ നിന്നും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു അല്ലേ? അതെ, പൂഴിയിലേക്ക് തന്നെ മടങ്ങിച്ചേരുകയും ചെയ്യുന്നു. പിന്നെന്തിനാണ് ഈ മണിമാളികയും മലർന്നെറ്റയുമെല്ലാം? അവർ മരണമില്ലാത്തവരായിരുന്നു, ആദാമും ഹവ്വയും. പക്ഷെ അവർ ചെയ്ത തെറ്റ് അവരെ മരണത്തിലേക്ക് നയിച്ചു. അന്നു മുതൽ പുരുഷൻ വിയർപ്പൊഴുക്കി അപ്പം തിന്നുന്നു. സ്ത്രീ വേദനയോട് പ്രസവിക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോ അതായിരിക്കും ഓർമ്മ. ഓർക്കാതെന്ത് ചെയ്യും? ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയും കടൽപ്പുറത്തെ മണൽത്തരികളെ പോലെയും വർദ്ധിക്കട്ടെ എന്നല്ലേ അനുഗ്രഹം. പതുക്കെ പറയും, വല്ലവരും കേൾക്കും. മോളെ, നല്ല കാലത്ത് ഈ വീട്ടിൽ വന്ന് കയറാൻ നിനക്ക് ഭാഗ്യം ഉണ്ടായില്ലല്ലോ. നന്മയും തിന്മയും ദൈവം വരുത്തുന്നതാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ലല്ലോ ജീവിക്കുന്നത്. പട്ടിണി കണ്ട് നീ പേടിക്കാതിരുന്നാൽ മാത്രം മതി. എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അച്ചായ ഞാൻ വന്നിരിക്കുന്നത്. കഞ്ഞിക്കും പാൽപ്പായസത്തിനും രുചി വ്യത്യാസമല്ലേ ഉള്ളൂ. രണ്ടുകൊണ്ടും വിശപ്പടക്കാം. മോളെ, നിന്റെ മനസ്സിന്റെ തൃപ്തി ഈ വീടിന് അനുഗ്രഹമായിരിക്കട്ടെ. മോനെ, അടുക്കളയിൽ അരിസമാനങ്ങളൊന്നുമില്ല. ഞാൻ കടയിലോട്ട് പോയിട്ട്. ആ, മോള് വന്നാട്ടെ. അടുക്കളയും മുറികളും ഒക്കെ ഒന്ന് കാണണ്ടേ? വരും. എങ്ങനെയുണ്ടപ്പാ? കുറവുണ്ടാ? അശേഷം കുറവില്ല. അതാണ് ഇതിന്റെ ഒരു അസല്. ഏതിന്റെ? ഈ ദീനത്തിന്റെ. മാർക്കറ്റ് നിലവാരം ഒരുപോലെ ഇരിക്കും. തായോട്ടുമില്ല മേലോട്ടുമില്ല. ഇവൻ ഞമ്മളെ കുറെ പാട് പെടുത്തിയതാ. നിങ്ങൾക്ക് ഈ ഗ്യാസ് ട്രബിൾ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോന്നോ? ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്ത് ഗ്യാസാണ്? അസൽ കരിഗ്യാസ് അല്ലേ? അവൻ ഞമ്മളെ അമക്കി കളഞ്ഞില്ലേ? ഞമ്മളായതുകൊണ്ട് മയ്യത്തായില്ല. വളരെ നാൾ ചികിത്സിക്കേണ്ടി വന്നു. ഈ ഗ്യാസിന് മരുന്നൊന്നുമില്ലപ്പാ. വെറും പഥ്യം മതി. ഗ്യാസ് പറക്കും. എന്ത് പഥ്യം? ഒരുപാട് തിന്നണമെന്ന് തോന്നുന്നു. ഒന്നും തിന്നരുത്, അത് തന്നെ പഥ്യം. അല്ലാതെ ഈ ഓറഞ്ചിന്റെ പയോണ്ടല്ല, ഇപ്പൊ ഞമ്മ വിശക്കുമ്പോ കേറി അങ്ങോട്ട് തിന്നും. ഇവൻ വയറ്റിൽ ചെന്നിട്ടൊന്ന് പെരുമാറും. ഈ ഗ്യാസിന്റെ കുടിക്കണ്ടല്ല, അതൊക്കെ തട്ടി ഓട്ടയ്ക്ക് എന്ത് പാടായിരിക്കും അറിയാവോ? അങ്ങനെയാണോ? പിന്നെ ഡോക്ടർ പറഞ്ഞതാ? ഡോക്ടർമാര് പലതും പറയും. പാട് പറഞ്ഞ ഞമ്മളല്ലേ. പടച്ചോന്, ഇപ്പൊ ഞമ്മ വന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഇത് മുഴുവൻ തിന്ന് രാത്രി ടപ്പാന്ന് പറഞ്ഞ് ഇടിമോയ്ക്ക് കൊണ്ട് മനുഷ്യനെ കരച്ച് ഉറക്കൂല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത്രയും കൊണ്ടുപോയിക്കോ. ആ വിശന്നാലും കമന്നടച്ച് കിടന്നോ, കണ്ണടച്ചിട്ട്. ഇങ്ങനെ നിൽക്ക്, അത് തിന്നോളെ. തമ്പിയോ ഇരിക്കും. ലിസി എവിടെ? ഇവിടെ ഉണ്ട്. നീ എന്റെ സഹോദരിയെ മോഷ്ടിച്ചോണ്ട് പോന്നു അല്ലേ? അവൾ ഉറങ്ങിക്കിടന്നപ്പോ ഞാൻ എടുത്തോണ്ട് പോന്നതാണ്. നീ വഞ്ചിച്ചു കൊണ്ടുപോന്നു. ഞാൻ വഞ്ചിക്കപ്പെടുമെന്ന് അവൾക്ക് ബോധ്യമായപ്പോ അവൾ എന്നെ അന്വേഷിച്ചു. എനിക്ക് അവളെ ഒന്ന് കാണണം. എന്തിന്? ആവശ്യമുണ്ട്. ഇപ്പോ കാണാൻ സൗകര്യമില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? അതെ, ഞാൻ തന്നെ. ഞാൻ തെളിച്ചു പറയാം. അവളെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങോട്ട്? അവളുടെ വീട്ടിലേക്ക്. അവളുടെ വീട് ഇതാണ്. ഈ വീട്ടിൽ അവൾ താമസിക്കില്ല. അവളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. മര്യാദയ്ക്ക് അവളെ വിട്ടുവരുന്നതാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത്. ഭാര്യയെ വിട്ടുകൊടുക്കുന്ന നിയമം ഈ നാട്ടിലില്ല. ഭാര്യയോ? അതെ, എന്റെ ഭാര്യ. നിന്റെ ഭാര്യ? എന്റെ ഭാര്യ. തമ്പിച്ചായൻ ഇവിടെ എന്താ കാര്യം? ഈ തെണ്ടിയുടെ കൂട്ടത്തിൽ പൊറുക്കാൻ നീ തീരുമാനിച്ചോ? എന്റെ ഭർത്താവിനെ തെണ്ടി എന്ന് വിളിക്കരുത്. വിളിച്ചാൽ നീ എന്തേ ഇവിടെ? ഈ പാവപ്പെട്ടവളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? തമ്പിച്ചായൻ പോണം. ഇതൊരു പട്ടിണി വീടാണ്. ഞങ്ങൾ ഇവിടെ ഒരു കുടുംബജീവിതം തുടങ്ങിയിരിക്കുകയാണ്. നീ എങ്ങനെ ജീവിക്കുമെടി? ആകാശത്തിലെ പറവകളും സമുദ്രത്തിലെ മത്സ്യങ്ങളും കഴിയുന്നില്ലേ? അതുപോലെ. വളരെ നല്ലത്. നാം തമ്മിലുള്ള ബന്ധം ഇന്നുകൊണ്ട് അവസാനിച്ചിരിക്കുന്നു. ഈ ധിക്കാരത്തിന്റെ ഫലം നീ അനുഭവിക്കുന്നത് എന്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ കാണും. അന്ന് ഒരു തുള്ളി കഞ്ഞിവെള്ളത്തിനോ ഒരു കൊച്ചു കാശിനോ വേണ്ടി തമ്പിച്ചായന്റെ മുൻപിൽ ഈ പാവപ്പെട്ട സഹോദരി വരികയില്ല. അപ്പോൾ ഞാൻ അറിയട്ടെ. എന്നെ വിളിച്ചത് നിങ്ങളുടെ പ്രവേശന പീരീഡ് തീർന്നില്ലേ? നാളെ മുതൽ നിങ്ങൾ ജോലിക്ക് വരണമെന്നില്ല. സാർ ദയവായി. നിവർത്തിയില്ല. എന്റെ ജോലി തൃപ്തികരമാണെന്നും സ്ഥിരപ്പെടുത്തി തരാമെന്നും സാറ് പറഞ്ഞിരുന്നല്ലേ? അതിനുശേഷം തൃപ്തികരമല്ലാത്ത പലതും നിങ്ങളിൽ നിന്നുണ്ടായി. ഒരു നിമിഷം പോലും ഞാൻ ജോലിയിൽ വീഴ്ച വരുത്തിയിട്ടില്ല. ബാങ്ക് സമയം കഴിഞ്ഞ് ഞാനിന്ന് ജോലി ചെയ്യുമായിരുന്നു. കൂടുതലായി ഒന്ന് സംസാരിക്കാമോ? സാർ, ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് മറ്റു മാർഗമൊന്നുമില്ല. കൂടാതെ ഞാൻ ഈയിടെ വിവാഹം കഴിച്ചു. തെറ്റായ വിവാഹമായിരുന്നില്ലേ അത്? അല്ല സാർ, ശരിയായ വിവാഹം. ശമ്പളത്തിൽ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ വായിക്കൊണ്ട് പോയിക്കോളൂ. മോളെന്താ ഒന്നും കഴിക്കാത്തത്? എനിക്കൊന്നും വേണ്ട. വിശപ്പില്ലേ? ചേച്ചി എന്തൊക്കെ മതി. ചേച്ചി ഇവിടെ വരില്ല മോളെ. മമ്മി ചേച്ചി വിളിച്ചുകൊണ്ട് വാ. എന്താ? ഇല്ലിമോൾ ഒന്നും കഴിക്കുന്നില്ല. അവൾക്ക് ചേച്ചിയുടെ കൂടെ മതിയെന്ന്. അത് നിന്റെ കുറ്റമാണ്. നിന്റെ മകളെ ഓമനിക്കേണ്ടതും ലാളിക്കേണ്ടതും നീയായിരുന്നു. ആ ജോലി നീ ലിസിക്ക് വിട്ടുകൊടുത്തു. അന്ന് നിങ്ങൾക്കെല്ലാം സന്തോഷമായിരുന്നു. ഇന്ന് അതെന്റെ കുറ്റമായി. ചേച്ചി എന്തൊക്കെ മതി. നിന്റെ ചേച്ചിയുടെ കാര്യം ഇവിടെ മിണ്ടിപ്പോയാൽ നിന്റെ തൊടയിലെ തൊലി ഞാൻ ഇരിക്കും. കഴിക്കടി. അവള് കഴിക്കും മോളെ, കഴിക്കും മോളെ. അതേ പ്രസംഗം. കഴിക്കും.
എന്താ ബാബു ഊണ് കഴിക്കാത്തത്? ഒന്നുമില്ല. എന്തോ ഉണ്ട്, എന്നോട് പറഞ്ഞുകൂടെ? എന്തൊക്കെയോ ചിന്തിച്ചു പോയി. നാളെയെ പറ്റി വിചാരിച്ച് വിഷമിക്കേണ്ടെന്നല്ലേ ബൈബിൾ പറയുന്നത്? സ്വത്തും പണവും പോയി, അതുകൊണ്ട് എന്താ? നമുക്കിത് മതി ബാബു. ഈ ജോലിയും ഈ ശമ്പളവും സ്നേഹം നിറഞ്ഞ ഈ കുടുംബജീവിതവും. ഈ ജോലി എന്താ? ഈ ജോലി പോരെന്നാണോ? ആ, കുറെ കൂടി ശമ്പളമുള്ള മറ്റൊരു ജോലി. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന മനസ്സാണ് വലിയ മനസ്സ്. ഊണ് കഴിക്കൂ. ഊണും ഉറക്കവുമെല്ലാം യാന്ത്രികമായി തോന്നുന്നു. സമാധാനമുള്ള ഒരു നിമിഷത്തിന് 1,00,000 പവനേക്കാൾ വിലയുണ്ട് ബാബു. ഊണ് കഴിക്കൂ. മോളെ എണീക്ക്, നമുക്ക് അവിടെ പോയി കിടക്കാം. വേണ്ട, ചേച്ചിയുടെ കട്ടിൽ തന്നെ കിടക്കാം. ബാബു, എന്താ ഇന്ന് ബാങ്കിൽ പോകുന്നില്ലേ? ഡ്രസ്സെല്ലാം അലക്കി തേച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. വരൂ, എടുത്തു തരാം. വേണ്ട ലിസി, ഞാനിന്ന് അവധി എടുത്തിരിക്കുന്നു. പിന്നെ എങ്ങോട്ട് പോകുന്നു? വെറുതെ പുറത്തേക്ക് ഒരു സ്നേഹിതനെ കാണാൻ. ഉടനെ വരില്ലേ? കുറെ താമസിച്ചേക്കും. ഞാൻ ഇറങ്ങട്ടെ. മകളാം നിന്നുടെ കുഞ്ഞിനു തീറ്റി കൊടുക്കൂലേ? എന്നോടൊന്നും മറക്കേണ്ടായിരുന്നു. എന്റെ ബാബു വളരെ കഷ്ടപ്പെടുകയാണ്. കഷ്ടപ്പാടുകൾ മനുഷ്യന്റെ അവകാശമാണ്. എങ്കിലും ഇത് വേണ്ടായിരുന്നു. എന്റെ ബാബു ഒരു തൊഴിലാളിയായി. ഇന്നലെ ഞാൻ മുതലാളിയായിരുന്നു, ഇന്ന് തൊഴിലാളിയായി. ഇതാണ് ലോകം. ബാങ്കിലെ ജോലി ബാബുവിന്റെ കഴിവുകേട് കൊണ്ട് പോയതാണെന്ന് എനിക്ക് വിശ്വാസമില്ല. എന്റെ കഴിവുകേടല്ല, നിന്റെ പപ്പയുടെ കഴിവാണ്. എന്റെ പപ്പയുടെ കഴിവോ? അതെ. ദൈവമേ, കരിങ്കല്ലാണോ പപ്പയുടെ ഹൃദയം? മുള്ളുകളിൽ ചവിട്ടി നാം നടക്കുന്നു, കല്ലുകളിൽ കിടന്നുറങ്ങുന്നു. നീ വിഷമിക്കേണ്ട. രാത്രിയില്ലാതെ പകലുണ്ടാവില്ല. ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഈ കിടപ്പാടം വീണ്ടെടുക്കുക. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആശുപത്രിയിൽ കൊണ്ടുപോയാലോ? ഒരു വിശേഷവുമില്ല. ഇവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. അത് സാധിക്കുമ്പോൾ അസുഖവും മാറും. മോളുടെ മനസ്സിൽ എന്താ ഉള്ളത്? ചേച്ചി കണ്ടോ, മനസ്സിലുള്ളത് അവൾ പറഞ്ഞു. എന്നേക്കുമായി ആ ബന്ധം പിരിഞ്ഞു. ഇനി അതേക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. ഒരു 6 മാസത്തെ അവധി കൂടി തന്നൂടെ പാപ്പച്ച? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? എന്റെ മകളെ കെട്ടിച്ച വകയിൽ എനിക്ക് കുറെ കടമുണ്ട്. ആ കടം വീട്ടാൻ ഈ പുരയും പുരയിടവും വിൽക്കണം. മറ്റാർക്കും വിൽക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്റെ പണം തന്നാൽ ആധാരം ഞാൻ തിരിച്ചെഴുതി തന്നേക്കാം. ഒരു വഴിയും കാണുന്നില്ല പാപ്പച്ച. ശരി, ഒരാഴ്ച കൂടി ഞാൻ കാക്കും. പണം കിട്ടിയില്ലെങ്കിൽ ഇത് വിൽക്കും. ഞാൻ നിമിത്തം കിടപ്പാടം കൂടി നഷ്ടപ്പെട്ടു അല്ലേ ചായ? ഞങ്ങൾക്ക് നീ മാത്രം മതി മോളെ. നിന്റെ സ്നേഹത്തിന് ഇതുപോലെ 10,000 കിടപ്പാടങ്ങളുടെ വിലയുണ്ട്.
എന്താ ഡോക്ടർ? ശരീരത്തിന് അസുഖമൊന്നുമില്ല. ഇതെന്തോ മാനസികമായ കുഴപ്പമാണെന്നാ തോന്നുന്നത്. കൊച്ചുകുട്ടിക്ക് മാനസിക രോഗം ഉണ്ടാകും ഡോക്ടർ? കൊച്ചുകുട്ടിക്കും മനസ്സും മനസ്സിന്റെ പ്രവർത്തനങ്ങളുമില്ലേ? നമുക്ക് ഡോക്ടർ രവിയെ ഒന്ന് കാണിക്കാം. അദ്ദേഹം വിദഗ്ധനായ ഒരു സൈക്യാട്രിസ്റ്റാണ്. ശരി ഡോക്ടർ. എന്താ റാഹേലെ? ലില്ലി കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോയിരിക്കുക. എന്തു പറ്റി? എന്തോ അസുഖമെന്നാ തോന്നുന്നത്. അയ്യോ, ഡോക്ടർ ജോസിന്റെ അഭിപ്രായം ശരിയാണ്. താങ്ങാനാകാത്ത മനപ്രയാസം കൊണ്ടുണ്ടായ മൂകതയാണ്. കുട്ടിക്ക് പ്രിയപ്പെട്ടവരാരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടോ? ഇല്ല. ഏതായാലും ഞാനൊരു മരുന്നിന് എഴുതിത്തരാം. 2-3 ദിവസം കൊടുത്തിട്ട് വിവരം എന്നെ അറിയിക്കണം. ശരി. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. കുഞ്ഞിന് മനസ്സ് വിഷമിച്ചുണ്ടായ അസുഖമാണ്. ഒരാഴ്ചത്തേക്ക് ലിസിയെ നമുക്കൊന്ന് വീട്ടിലേക്ക് വിളിക്കാം. ഒരു ജീവന്റെ പ്രശ്നമാണ്, നമ്മുടെ കുഞ്ഞിന്റെ ജീവൻ. അഭിമാനത്തെക്കാൾ വലിയ പ്രശ്നം എനിക്കില്ല. ഇത് ദുരഭിമാനമാണ്. സഹോദരിയല്ലേ ലിസി? എന്റെ സഹോദരി മരിച്ചുപോയി. അന്ന് ഭരിക്കുന്നതേ പറയാവൂ, നിന്ന് ഭരിക്കുന്നത് പറയരുത്. കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. വരും. ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? ഇപ്പൊ കുറവുണ്ടോ? ഉണ്ടെന്നും പറയാ, ഇല്ലാന്നും പറയാ. എന്തൊരാശ്വാസം. ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരട്ടെ? അതോ ഡാക്ടർ വേണ്ട, നേഴ്സ് മതി. ഇതേ ഗാസാണ്, മേപ്പോട്ട് കേറിപ്പോയി. ആ തിരുമ്പ് വേക്കം തിരുമ്മിയില്ലെങ്കിലേ നമ്മുടെ കാറ്റ് പോകും. നേഴ്സ് ഇങ്ങോട്ടൊന്ന് മാറിക്കേ. കുഞ്ഞാലിന് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. നമുക്ക് പറഞ്ഞ പെട്ടെന്നൊരു വേദന വന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോയി. മോളെ, പപ്പ തോട്ടത്തിലോട്ടൊന്ന് പോയിട്ട് വരട്ടെ? ഇന്ന് പോകണോ? തോട്ടത്തിൽ ആകെ കൊഴിഞ്ഞ പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല. വൈകിട്ടെങ്കി വരുമല്ലോ. വരാം. വല്ല വിശേഷമുണ്ടെങ്കിൽ ഉടനെ ഫോൺ ചെയ്യണം. ശരി. വല്ലാത്ത ക്ഷീണം. ഈ രാത്രിയിലുള്ള ഫാക്ടറിയിലെ പണി വേണ്ടെന്ന് വെക്കണം. ഈ വീട് സ്വന്തമാകുന്നവരെ കഷ്ടപ്പെടാൻ തന്നെ തീരുമാനിച്ചു. എന്താ? എന്തു പറ്റി? ഒന്നുമില്ല. ദഹനക്കേട് വല്ലതാണോ? അതെ, 3-4 മാസമായി എന്തോ ദഹിക്കാതെ വയറ്റിനകത്ത് കിടപ്പുണ്ട്. കള്ളി. മോളെ, മോളെ, മരുന്ന് കുടിക്ക. എനിക്ക് വേണ്ട. എന്റെ മോളുടെ അസുഖം മാറണ്ടേ? കുടിക്ക്. വേണ്ട. നീ കുടിക്കില്ല അല്ലേ? അച്ചായം വരട്ടെ.
ബാ 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 ബാ. അയ്യോ ബാബു, കരയാതെ മോളെ, സാരമില്ല. എന്റെ ബാബുവിന് എന്തെങ്കിലും വന്നു പോയാൽ എനിക്കാരുണ്ട് അച്ചായ? ദൈവം നമുക്ക് ദോഷമൊന്നും വരുത്തുകയില്ല മോളെ. അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുള്ളു പോലും കൊല്ലരുതെന്ന് എന്നുമെന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്കിത് വരുത്തിയല്ലോ എന്റെ മാതാവേ. വിഷമിക്കാനൊന്നുമില്ല ലിസി. ബാബുവിന്റെ നില അത്ര ഗുരുതരമല്ല. കുറച്ച് വിശ്രമിക്കട്ടെ. ഞാൻ പോയിട്ട് വരാം. എന്താ അച്ചായ കത്ത്? കത്തല്ല മോളെ, വക്കീൽ നോട്ടീസാ. 7 ദിവസത്തിനകം വാടക കുടിശ്ശിക തീർത്തില്ലെങ്കിൽ വീട് ഒഴിഞ്ഞു കൊടുക്കും. 7 ദിവസത്തിനകമോ? ദൈവമേ, ഏതായാലും ഇക്കാര്യം ബാബു അറിയണ്ട. അറിഞ്ഞാൽ വിഷമിക്കും. ഞാൻ പറയുന്നില്ല മോളെ. മറിയക്കുട്ടി, എടി മറിയക്കുട്ടി, ആ നീ ഇങ്ങോട്ടൊന്ന് വന്നേ. ആ കൂട്ടാനൊക്കെ പിന്നെ വെക്കാം. നീ ഇങ്ങോട്ട് വാ. ചേ വാന്ന് വരുന്നെങ്കി ഇപ്പൊ വരണം. ആ പകലൊന്നും എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്റെ ജോലി തീരണ്ടേ? ഇവിടെ ആരും ഇല്ലേ? ആരോ വിളിക്കുന്നു. അല്ല ലിസിക്കുട്ടിയോ? എന്താ മോളെ ഇതുവഴി? ചേട്ടനോടൊരു കാര്യം പറയാൻ വന്നതാ. വല്ല ആവശ്യമുണ്ടായിരുന്നു ആ പട്ടിണിക്കുട്ടിൽ ചെന്ന് കയറാൻ? ഓ സാരമില്ല. ആ ഇനിയുള്ള കാര്യങ്ങൾ ബുദ്ധിയോടെ ചെയ്താൽ മതി. മനസ്സിലായോ? ചേട്ടന്റെ മുൻപിൽ ഒരപേക്ഷയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താ? ഞങ്ങളുടെ കിടപ്പാടം വിൽക്കാൻ പോണെന്ന് കേട്ടു. എനിക്ക് പണത്തിനുടനെ ആവശ്യമുണ്ടായിട്ടാ. ആശുപത്രിയിൽ നിന്ന് ബാബു ഇറങ്ങുന്നത് വരെ അല്പം ദയവ് കാണിക്കണം. ശരി, നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഞാനത് സമ്മതിച്ചിരിക്കുന്നു. വളരെ നന്ദി. നന്ദി എന്ന് പറഞ്ഞാൽ പോരാ, നന്ദി കാണിക്കണം. പിന്നെ ഒരു കുഴപ്പം കിടക്കും. എന്താ? ഇപ്പോൾ തന്നെ 2 മാസത്തെ വാടക കുടിശ്ശികയാണ്. ഞാൻ കുറെ പണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ. ഒന്നിച്ചു തരാൻ നിന്നെ കൊണ്ട് കഴിയില്ല. എല്ലാ ആഴ്ചയും 10 രൂപ തോതിൽ നീ ഇവിടെ കൊണ്ടുവന്ന് തരണം. അങ്ങനെ ചെയ്തേക്കാം. എല്ലാ ഞായറാഴ്ചയും ഞാൻ പള്ളിയിൽ നിന്ന് വരുമ്പോ നീ ഇനി വരണം. മനസ്സിലായോ? ശരി, ഞാൻ പോട്ടെ. കുറെ കൂടി കഴിഞ്ഞിട്ട് പോകാം, കാപ്പിയൊക്കെ കഴിച്ചിട്ട്. വേണ്ട, എനിക്ക് ആശുപത്രിയിൽ പോകണം. മറിയേ, മറിയേ. അങ്ങനെ ഇപ്പൊ പറയുന്നില്ല. അതിനാള് വേറെ ആയില്ലയോ? നാളെ ഇല്ലല്ലോ. ആരെ കണ്ടാലും ഇങ്ങനെ കിണങ്ങാനെ കൊണ്ട്. ഇങ്ങനെ പോയ കാര്യം എന്താ? ആളിനെ കണ്ട? കണ്ടാന്ന്? അയ്യോ പിന്നെ കണ്ടോണ്ടല്ലോ വന്നത്. മേലൊക്കെ ആയി, ഒന്ന് പോയി കുളിച്ചാട്ടെ. ഇങ്ങനെ ഇനി നാട് മുഴുക്കെ പറഞ്ഞു നടക്കും. കഞ്ഞിവിത്താൻ കണ്ട സ്ഥലം കൊള്ളാം. മനുഷ്യനായാലേ മാറുന്നതും മറക്കുന്നതും അറിയാതെ വന്നാല്, മനുഷ്യനായാലേ മാറുന്നതും മറക്കുന്നതും അറിയാതെ വന്നാല് അറിയതായിരുന്നോ കഞ്ഞി? അയ്യോ
നന്നായി പോയി, അല്ലെങ്കിൽ പുള്ളി പോത്തില്ലായിരുന്നു. വർത്താനം പറയും. ഓഫീസർ എവിടെ? അതാ അവിടെ. പശുക്കളുടെ വിലയുടെ 4-1 അടയ്ക്കണമെന്നാണ് നിയമം. ബാക്കി മാസം 100 രൂപ വീതം അടച്ചാൽ മതി. 50 രൂപ കുറവുണ്ടല്ലോ. ഇപ്പൊ ഇത്രേ ഉള്ളു സാർ. ബാക്കി ഒരാഴ്ചക്കകം തരാം സാർ. ഇത്രയും ഉള്ളെന്നോ? നിങ്ങൾ മത്തായി സാറിന്റെ മകളല്ലേ? അതെ. ശരി, ഒരാഴ്ചക്കകം തന്നാൽ മതി. ഇവിടെ തന്നെ സൊസൈറ്റിയുടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ന്യായമായ വിലയ്ക്ക് പാലെടുത്തു കൊള്ളാം. പശുക്കളെ ഇപ്പൊ തന്നെ കൊണ്ടുപോകുന്നു. കൊണ്ടുപോകാം സാർ. എന്താ ഉടുത്തൊരുങ്ങി പലയിടത്തും പോകുന്നു? ആശുപത്രി വരെ ഒന്ന് പോകാൻ. എന്താ വിശേഷിച്ച്? ബാബുവിനെ ഒന്ന് കാണാൻ. ബാബു ആരാ? നിന്റെ അപ്പനാണോ? മോളെ ഡോക്ടറെ കാണിക്കുകയും ചെയ്യാമല്ലോ. വേണ്ട മോളെ, ഞാൻ കൊണ്ടുപോയിക്കോളാം. രക്തമോ ഡോക്ടർ? ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. അനങ്ങാൻ സമ്മതിക്കരുത്, സംസാരിക്കുകയും അരുത്. വരൂ, ഞാനൊരു മരുന്നിനെ കുറിച്ച് തരാം. ഹാർട്ടിന് കുഴപ്പമൊന്നുമില്ല. ബെൽറ്റ് അടിച്ചത് നെഞ്ചത്തായതുകൊണ്ട് ലങ്സിന് അല്പം തകരാറുണ്ട്. രക്തം തുപ്പുന്നത് കൊണ്ട് വളരെ സൂക്ഷിക്കണം. ഈ മരുന്ന് വെളിയിൽ നിന്ന് വാങ്ങണം. എന്താ ലിസി, പണമില്ലേ? വിഷമിക്കണ്ട, ഇതാ.
പശുക്കൾക്ക് വിചാരിച്ചിത്രയും പാലുണ്ടോ? അതിൽ കൂടുതലുണ്ട് ചായ. ഏതായാലും ഈ സമയത്ത് നിനക്ക് ഇങ്ങനെ ബുദ്ധി തോന്നിയത് നന്നായി. ആശുപത്രിയിൽ വിശേഷമൊന്നുമില്ലല്ലോ ചായ. ഒന്നും. സൊസൈറ്റിയിൽ പാല് കൊടുത്തിട്ട് അതുവഴി ഞാൻ ആശുപത്രിയിലേക്ക് പോകാം. നീ ആശുപത്രിയിൽ വയ്ക്കൂ, പാല് ഞാൻ കൊടുക്കാം. ശരി. അയ്യോ മുതലാളി, മുതലാളിയെ, പാപ്പച്ച മുതലാളി, മുതലാളി ഇല്ല ഇവിടെ. അത് ഞാൻ വെളിയിൽ പോയിരിക്കുക. ഇത് കണ്ടോ? എനിക്ക് വായിക്കാൻ അറിഞ്ഞു. പൗലോസത്തിന് അറിഞ്ഞൂടായോ? എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടായോ? ഞാൻ വായിക്കാം കേട്ടോ. ഗവൺമെന്റിൽ നിന്നും ഇന്ന് നിലവിലിരിക്കുന്ന 100 രൂപ നോട്ടുകളെല്ലാം പിൻവലിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു. 22-ാം തീയതിക്ക് മുമ്പ് ഇരിപ്പുള്ള നോട്ടുകൾ ബാങ്കിൽ കൊടുത്ത് മാറിക്കൊള്ളണമെന്ന്. എന്റെ ഈശോയെ, അതിന് നിനക്കെന്താ? എന്റെ പൗലോസച്ച 5-6 നോട്ട് എന്റെ കയ്യിലുണ്ട്. മോടെ കല്യാണത്തിന് ഒപ്പിച്ച് വെച്ചതാ. ഒപ്പിച്ച് വെച്ചതാണെന്ന് എനിക്കറിയാം. എത്ര രൂപയുണ്ട്? ഒരു 10,000 കാണും. 500? ഓ, 5000. 50 നോട്ടോ? അയ്യോ, ഇന്ന് തീയതി എത്ര? ഇന്ന് 22. അയ്യോ, 23-ാം തീയതിക്ക് മാറിക്കൊള്ളണമെന്നല്ലയോ? പോയല്ലോടി മറിയേ, പോയല്ലോ. ഉടനെ മാറണം, ഇന്ന് മാറണം. എന്റെ പൊന്ന് പൗലോസച്ച, എങ്ങനെങ്കിലും ആ നോട്ടൊന്ന് മാറ്റി തന്നേ മതിയാവും. പാപ്പച്ചൻ അറിയരുത്. രൂപ എവിടാ വെച്ചിരിക്കുന്നേ? ഇവിടോ നിന്റെ വീട്ടിലോ? ഇവിടെ തന്നെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ വേഗം എടുത്തോട്ട് വരാൻ. എന്റെ കർത്താവേ, എന്റെ തമ്പുരാനെ, എന്റെ മോടെ കല്യാണം ഭംഗിയായിട്ട് നടത്താൻ തമ്പുരാൻ രക്ഷപ്പെടും. 50 ഉണ്ടോ? എല്ലാം ഉണ്ട്. പോയിട്ട് വേഗം വരണം. എന്നിട്ട് വേണം എനിക്ക് ആശുപത്രിയിൽ ഒന്ന് പോകാൻ. ആശുപത്രിയിൽ എന്ത് പറ്റി? എന്റെ മോക്ക്. അയ്യോ, ചതിച്ചോ? നല്ല കൊച്ചായിരുന്നു. എത്ര മാസമായി? മാസമൊന്നും ആയില്ലെന്ന്. അവിടുത്തെ വാടക അവക്ക് കല്യാണം ആലോചിച്ചിരിക്കുന്നെ. എന്ന് പോയിട്ട് വേഗം വരണം. അവന് അറിഞ്ഞു പോവല്ലേ? അറിഞ്ഞു പോവല്ലേ? പാപ്പച്ച മുതലാളി അറിയരുത്. അത് ഇങ്ങനെ അറിയരുത്. പോയിട്ട് വേഗം. അല്ല, നീ എത്തിയോ? ഞാൻ വരാൻ അല്പം താമസിച്ചു പോയി. എനിക്ക് വേണ്ടി ഇപ്പൊ കുറെ രൂപ ചിലവായില്ലേ? അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഈ പണമൊക്കെ നിനക്ക് എവിടുന്ന് കിട്ടി? എല്ലാം പറയാം. നീ വില കൂടിയ പശുക്കളെ വാങ്ങിയോ? ഇപ്പൊ അതൊന്നും തിരക്കണ്ട. ദൈവത്തെ ഓർത്ത് ഒരാഴ്ച കൂടി സംസാരിക്കാതെ കിടക്കണം. സന്ധ്യയാകുന്നല്ലോ. അതെ. നീ പൊയ്ക്കോളൂ. ശരി. ലിസി, എന്താ ഡോക്ടർ? ലില്ലിയുടെ അസുഖം മാറ്റാൻ ലിസിക്ക് മാത്രമേ കഴിയൂ. എന്നെ കൊണ്ട് എന്ത് കഴിയും ഡോക്ടർ? നിങ്ങൾ തമ്മിലുള്ള ബന്ധം പുതുക്കണം. അതെങ്ങനെ സാധിക്കും ഡോക്ടർ? ആ വീട് എനിക്ക് വിലക്കപ്പെട്ടിരിക്കുകയല്ലേ. ലില്ലി എന്റെ വീട്ടിലേക്ക് അയക്കുകയുമില്ല. എങ്ങനെയെങ്കിലും അത് സാധിക്കണം. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ആ കുട്ടി ജീവിക്കുന്ന കാര്യം പ്രയാസം. അയ്യോ ഡോക്ടർ. മോളങ്ങ് ചടച്ചു പോയല്ലോ മോളെ. ചേച്ചി വിട്ടിട്ട് പോയിട്ടാ. എന്റെ മോളെ ലിസി. ചേച്ചി മോളെ. വേണ്ട മോളെ, മമ്മി തരുമ്പോഴും മരുന്ന് കുടിക്കണം കേട്ടോ.
വായും വൈരാഗ്യവും ഈ കുഞ്ഞിനില്ലല്ലോ. ഇവൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. അത് നീ വരണ്ട. ഇവളുടെ അപ്പനും അമ്മയും ഇവിടെ ഉണ്ട്. പപ്പ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അപ്പനും മകളുമായുള്ള ബന്ധം ഒറ്റ വാക്കുകൊണ്ട് വെട്ടിപ്പൊളിക്കാവുന്നതല്ല. എന്റെ മുഖത്ത് കരുതേറ്റിട്ട് ഇറങ്ങിപ്പോയവൾ എന്റെ മകളല്ല. മകളല്ലെന്ന് നാവ് പറയുന്നെങ്കിലും മകളാണെന്ന് ഹൃദയം പറയുന്നില്ലേ പപ്പ? ഇല്ല, ദ്രോഹി എന്ന് ഹൃദയം പറയുന്നു. ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. പപ്പയുടെ സ്വത്തിൽ നയാ പൈസ പോലും ഞാൻ പറ്റിയിട്ടില്ല. കിടപ്പാടം പോലുമില്ലാതെ പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞുകൂടുന്നു. വീട്ടാവശ്യങ്ങൾക്ക് പോലും പൈസയില്ല. എങ്കിലും വിയർപ്പൊഴുക്കി ഞാൻ കഴിയുന്നു. മകളുടെ സ്ഥാനത്ത് പപ്പ എന്നെ അംഗീകരിച്ചില്ലെങ്കിൽ വേണ്ട, പക്ഷെ പപ്പ എന്നും എന്റെ പപ്പയാണ്. അല്ല, ഞാൻ നിന്റെ ആരുമല്ല. നീ വീട്ടിൽ വന്നത് തെറ്റായി പോയി, വെറും ധിക്കാരമായി പോയി. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്. എനിക്ക് പോകാനല്ലേ പറഞ്ഞത്? പപ്പ, പപ്പ, ഞാൻ പോവുകയാണ്. അന്ത്യവിധിയുടെ നാളിൽ ദൈവം ഇത് ചോദിക്കാതിരിക്കട്ടെ. ചേച്ചി ചേച്ചി ലിസി, എന്തായി കണ്ണുനീർ? ഒന്നുമില്ല. വിഷമിക്കണ്ട. കുറെ കഴിയുമ്പോൾ മത്തായി സാറിന്റെ വൈരാഗ്യ മനോഭാവം മാറിക്കൊള്ളും. മാറുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം. വേണ്ട ഡോക്ടർ, വായും വയറും തന്ന ദൈവം മുകളിലുണ്ടല്ലോ. ലിസി വിഷമിക്കണ്ട. തൽക്കാലം ചെറിയ സഹായങ്ങൾ ചെയ്യാൻ എനിക്ക് പ്രയാസമില്ല. വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട. ഒരു സഹോദരനെ പോലെ എന്നെ വിചാരിച്ചാൽ മതി. ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോ ഒന്നും വേണ്ട. ഇവിടെ ആരുമില്ലേ? അല്ല, പാപ്പച്ചനോ ഈ രാത്രി? ഒന്നുമില്ല, ഞാൻ അങ്ങോട്ട് പോയ വഴി വെറുതെ ഇങ്ങ് കേറിയതാ. ലിസി ഇവിടെ ഇല്ലേ? ഇല്ല, അവൾ ആശുപത്രി പോയിരിക്കുക. ആ, എന്തിനാ? കുറച്ച് ചുടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ. അത്രയേ ഉള്ളൂ, അത് ഞാൻ എടുത്തു. വേണ്ട വേണ്ട, ഞാൻ വീട്ടിൽ പോയി കുടിച്ചോളാം. മോളെ, എന്താ അച്ചായ? നീ ഇത്ര ഇരുട്ടുന്നവരെ ആശുപത്രിയിൽ ഇരുന്നത് എന്തിനാണ്? രാത്രിയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത് അത്ര നല്ലതല്ല. അല്പം താമസിച്ചു പോയി. ഇന്നിനി പശുക്കളെ കറക്കുന്നത് എങ്ങനെയാ? അച്ചായം വിളക്ക് കാണിച്ചു തന്നാൽ മതി, ഞാൻ കറന്നുകൊള്ളാം. അല്ലാ, ഇതെന്താണ് തിരുമേനി? കാലത്തെ ഒന്നും കഴിച്ചില്ലേ? ഇല്ലല്ലോ. ആ. നോം ശകലം റൊട്ടി അങ്ങോട്ട് അകത്താക്കാൻ തുടങ്ങുക. നോക്കട്ടെ ഇരിക്കണതേ, പാലും റൊട്ടിയുമാ. നമുക്കാണെങ്കിൽ കാലത്തെ സ്വല്പം പൊടിയരി കഞ്ഞി, സ്വല്പം കഞ്ഞി വാങ്ങി അങ്ങോട്ട് അകത്തോട്ട് ചെന്നില്ലെങ്കിലേ ഒരു സുഖമില്ല. എന്തൊട്ട് കാട്ടാനാ, രോഗിയായി പോയില്ലേ തിരുമേനി? ഇതെന്താണ് ഇവിടെ ഒരു നാറ്റം, ഒരു മീന്റെ വാടക? മത്സ്യകത്തിയുടെ ഗ്രാമം എവിടെന്നാ? പിടികിട്ടി പൊടികിട്ടി പൊടികിട്ടി. എവിടെയാ? ഇതിന്റെ ഔത്ത്. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല, തരല്ല. തരമുണ്ട് തിരുമേനി, ഒരു കഷ്ണം കിട്ടാ ഞമ്മ കാണിച്ചു തരാം. നാറ്റം നാറ്റം. ശരിയാണല്ലോ. എപ്പാ കഥ താരിപ്പടിക്കട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഈ മത്സ്യഗന്ധിയെ മുഴുവൻ ഓമങ്ങട്ട് അകത്താക്കിയല്ലോ. ഇഞ്ഞത് കഴിക്കണ്ട. ഇനി കഴിച്ചാലേ തിരുമേനി ചാർത്തി എമൗണ്ട് കൊണ്ട് കളയോ തിന്നോ എന്ത് വേണമെങ്കിലും ചെയ്യേ. ആ ഡോക്ടറെ ഇങ്ങോട്ട് വരട്ടെ. എന്താ തിരുമേനി, ആഹാരം ഒന്നും കഴിച്ചില്ലേ? ഏയ്, ഒന്നും പറയണ്ട. നമുക്ക് ആര് തന്നെ റൊട്ടി, അത് മുഴുവൻ മത്സ്യത്തിന്റെ ഘാണോ. മത്സ്യത്തിന്റെ ഘാണോ? ഘാണം. ഈ തിരുമേനിക്ക് ആഹാരം കൊടുത്താരാ? നല്ല ഒന്നൊന്നര റൊട്ടിയാ കൊടുത്തത്. പിന്നെ മത്സ്യത്തിന്റെ മണമുണ്ടെന്ന് പറയുന്നത്? അതിന് കാരണം ആ മുതലാളിയാ. അയാൾ കയ്യിൽ മീൻ പൊട്ടിക്കൊണ്ടുവന്ന ഞാൻ കണ്ടതാ. എടോ, ഇങ്ങോട്ട് വരും. പടച്ചോനെ, ഞമ്മ മനസ്സാവാതെ അറിഞ്ഞല്ല എന്തിനാ ഈ നുണ പറയണത്?
ഈയിടെ കൈ മണപ്പിച്ച് നോക്കിയാലേ അറിയാൻ പരമാർത്ഥം. ആ തിരുമേനിയുടെ റൊട്ടി ഇവിടെ തട്ടിയെടുക്കാനായിട്ടുള്ള ശ്രമമാണ്. താൻ മഹാസാധുവാണെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും നാളിവിടെ താമസിപ്പിച്ചത്. സാധുവോ? താനോ? എടോ, തന്നെ ഞാനിവിടെ കിടത്തുകയില്ല. താൻ ഇന്ന് തന്നെ ഇവിടുന്ന് പോണം. എന്റെ പൊന്നു ഡോക്ടർമാൻ എന്നെ ചതിക്കരുത്. 1 കിലോ അരിക്ക് 5.5 ഉറുപ്പ്യ വിലയുണ്ട്. ഒരു നേന്ത്രവായക്ക് തിന്നണമെന്ന് തോന്നിയ 1.25 ഉറുപ്പ്യം കൊടുത്തൊരു പാട്ടും പാടണം. ഒരു സിംഗിൾ ചായ കുടിക്കണമെന്ന് തോന്നിയ 40 പൈസ കൊടുക്കണം. മന്നെ അരിബല ഒന്ന് താന്നോട്ടെ, എന്നിട്ട് നമ്മളെ ചാർജ് ചെയ്തു. ഞമ്മക്ക് ഇനി കട്ടിൽ വേണ്ട, നമ്മ താഴേക്ക് കിടന്നു. എനിക്കൊന്നും കേൾക്കണ്ട. താൻ ഇന്ന് തന്നെ ഇവിടുന്ന് പോണം. തന്നെ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു. അല്ലോ തിരുമേനിക്ക് ഞാൻ ആഹാരം കൊടുത്തയ്യ. ശരി, അങ്ങനെ ആട്ടെ. എന്റെ പൊന്നായിട്ട് ഒന്ന് പറഞ്ഞേ. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ചുമയ്ക്ക് കുറവുണ്ടോ? നല്ല കുറവുണ്ട്. 2-3 ദിവസം പോകാൻ തോന്നുന്നു. ലിസിയെ കുറെ കൂടി നേരത്തെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം. ഇന്നലെ കുറെ ഇരുട്ടിയിട്ടാ വന്നത്. ആ, ഒരു 9 മണിയെങ്കിലും ആയി കാണും. പിന്നെ നിനക്ക് വല്ല സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്തയക്കണം. എനിക്കൊന്നും വേണ്ട. പാപ്പച്ചന്റെ പണം കൊടുത്തോ? അയാളിപ്പോ വഴക്കിനൊന്നും വരുന്നില്ലല്ലോ. ലിസി അവിടെ ചെന്ന് പറഞ്ഞ് അവന്റെ മനസ്സൊന്ന് മാറ്റിയിരിക്കുക. ലിസി ഇവിടെ പോകാറുണ്ടോ? പോകുന്നുണ്ടോ എന്തോ? പാപ്പച്ചൻ വീട്ടിൽ വരാറുണ്ടോ? ഇന്നലെ രാത്രിയിലും വന്നിരുന്നു. എന്താ? ഒന്നുമില്ല. അച്ഛൻ പൊയ്ക്കോളൂ. ലിസി ഇങ്ങ് എത്തിയില്ലല്ലോ. അവളെ ഇനി ഇങ്ങോട്ട് പറഞ്ഞയക്കണമെന്നില്ല. അതെന്താ? എനിക്ക് നല്ല സുഖമുണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ലില്ലിക്ക് വിശേഷമൊന്നുമില്ലല്ലോ. അതുകൂടെ പറയാനാ ഞാൻ വന്നത്. എന്താ? ലില്ലി കുഞ്ഞ് എപ്പോഴും ചേച്ചി ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് കിടക്കുകയാണ്. എനിക്കും അവളെ ചെന്ന് കാണണമെന്നുണ്ട്. എന്ത് ചെയ്യാം? ഞാൻ അവിടെ വരുന്നത് ആർക്കും ഇഷ്ടമല്ല. ഇതാ ചായ. അച്ചായ, ലില്ലിക്ക് സുഖമില്ലാതെ കിടക്കുകയാണ്. അച്ചായൻ വരുന്നോ? നമുക്ക് അത്രടം വരെ ഒന്ന് പോകാം. ഇല്ല, എനിക്ക് കഷ്ടകാലമായപ്പോൾ മത്തായി സാർ കണ്ണടച്ചു മാറി. ഒന്നും ചെയ്യണ്ട. ആയുവാമണപ്പുറത്ത് വെച്ച് കണ്ട അടുപ്പം പോലും ഭാവിച്ചില്ല. ഒരു ദിവസം എനിക്ക് തലകുനിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നു. ഈ ജന്മത്തിന് ഞാൻ അവിടെ കയറിയില്ല. പണമേ പോയുള്ളൂ, അഭിമാനം കൂടെ ഉണ്ട്. എങ്കിൽ ഞാനൊന്ന് പോകട്ടെ. പാടില്ല. അവർ നിന്നെ ഉപേക്ഷിച്ചതാണ്. നിന്റെ ഭർത്താവ് ഈ നിലയിൽ ആശുപത്രിയിൽ കിടന്നിട്ട് അങ്ങോട്ട് നിന്ന് എത്തി നോക്കാൻ നിന്റെ അപ്പുറത്ത് തോന്നിയോ? എങ്ങനെ ഇരിക്കുന്നു എന്ന് ഒന്ന് തിരക്കാൻ എന്റെ ആങ്ങളയ്ക്ക് മനസ്സ് വന്നോ? വെറും പട്ടികളെ പോലെ അവർ നമ്മെ കണക്കാക്കുന്നു. നീ ആ വീട്ടിൽ പോകുന്നത് എനിക്കും ബാബുവിനും അപമാനമാണ്, വലിയ അപമാനം. കൂട്ടിനകത്തൊരു കുഞ്ഞില്ലേ, കറുത്തവാവിൻ മകളാം നിന്നുടെ കുഞ്ഞിന് തീറ്റി കൊടുക്കൂലേ. ഇതാ ചോക്ലേറ്റ്. മോൾ എന്താ ഉറങ്ങാത്തത്? ചേച്ചി വരാത്തുണ്ട. ചേച്ചിക്ക് എന്നും വരാൻ ഒക്കുമോ? ചേച്ചി വന്നില്ലെങ്കിലും മോൾ ഉറങ്ങണം. ലിസിയോ? ലിസി എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇതായി പാൽ കുടിക്കും. കുടിക്കും മോളെ. മോൾ കിടന്നു. ലിസി, ഈ കുഞ്ഞിന്റെ ജീവൻ നിന്റെ കയ്യിലാണ്. നിന്റെ ആങ്ങളത് മനസ്സിലാക്കിയില്ലെങ്കിലും നീയെങ്കിലും അത് മനസ്സിലാക്കിയല്ലോ. ഇവളുടെ കൂടെ എപ്പോഴും കഴിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ
എല്ലാം എനിക്കറിയാം ലിസി. കഷ്ടപ്പാടുകളുടെ ഇടയിലും കടപ്പാടുകൾ നീ മറക്കുന്നില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആ വിശ്വാസത്തോട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ബാബുവിന് എങ്ങനെയുണ്ട്? വളരെ സുഖമുണ്ട്. ആശുപത്രിയിലേക്ക് വരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ചേച്ചിയുടെ ഹൃദയം എനിക്കറിയാം. തമ്പിച്ചായന് വിരോധമായി ചേച്ചി ഒന്നും ചെയ്യണ്ട. മോൾ ഉറങ്ങിയല്ലോ. ഞാൻ പോട്ടെ. മുതലാളിയെ ആ പറ്റൂ ഇല്ല. ഞാൻ മോടെ കല്യാണത്തിന് പോയില്ലയോ അങ്ങ് മലബാറില്. എന്റെ നോട്ടവിടെ കല്യാണമൊക്കെ ഭംഗിയായിട്ട് രൂപയോ അല്ലെങ്കിൽ അത് പുത്തൻ അടിച്ചു വരാൻ അഴിച്ചിരിക്കുകയല്ലയോ? അയച്ചിരിക്കുക എന്തോ അയച്ചിരിക്കുന്നത്? റാക്കറ്റ് അയച്ചോ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു അമേരിക്കക്കാര് റാക്കറ്റ് അയച്ചിരിക്കുക. പുക വലിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ടാണ് വലിക്കുന്നത്. അതൊന്ന് കളയൂ, അസുഖം കൂടൂല്ലേ? കൂടണമെന്നാണ് എന്റെ ആഗ്രഹം. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടണം. ദൈവമേ, ഇതെന്തിനാ? പാലിൽ ചേർത്ത് കഴിക്കാൻ ക്ഷീണം മാറിക്കിട്ടും. ക്ഷീണം മാറണമെന്നില്ല. എന്തൊരു ഭ്രാന്താണിത്. ഈ ഭ്രാന്ത് കൊണ്ട് ഞാൻ മരിക്കും. മനസ്സിലെന്തോ വിഷമം തട്ടിയിട്ടുണ്ട്. വിഷമമല്ല, വിഷം. ബാബു, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? നീ തന്നെ പറയൂ. അറിഞ്ഞുകൊണ്ടൊന്നുമില്ല. ഞാൻ അറിയുന്നു. ഇനി പറയൂ. എന്താണ് അറിഞ്ഞത്? പറയൂ ബാബു, എന്നോട് പറയൂ. നിന്റെ ഹൃദയത്തോട് ചോദിച്ചു. ഹൃദയത്തോടോ? അതെ. ബാബുവിനെ പറ്റി എന്തെങ്കിലും പറയാൻ മാത്രമേ എന്റെ ഹൃദയത്തിനറിയാവൂ. പൊയ്ക്കോളൂ, നിനക്ക് പോകാൻ സമയമായി. എവിടെ? അത് ഞാൻ പറയണോ? ബാബു, നിനക്ക് പോകാം. പോകാനാണ് പറഞ്ഞത്. മോളെ, എന്താ അച്ചായ? എന്തിനാ നീ കരയുന്നേ? ഒന്നുമില്ല. എന്തോ കാരണമുണ്ട്. പറയൂ മോളെ. എന്ത് തന്നെയായാലും എന്നോട് പറയാൻ നിനക്ക് സ്വാതന്ത്ര്യമില്ലേ? ബാബുവിന് എന്നോട് പരിഭവമാണ്. ഞാൻ അറിഞ്ഞു ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഏയ്, അങ്ങനെ വരില്ല. നിന്നെ അവൻ എത്ര കാര്യമാണെന്ന്. ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വർത്തമാനത്തിലും പെരുമാറ്റത്തിലും എല്ലാം ഒരാതൃപ്തിയാണ്. മനസ്സിന്റെ പ്രയാസം കൊണ്ടായിരിക്കും. മോളെ, ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ? വേണ്ട ചായ, അതുകൊണ്ട് കൂടുതൽ വിഷമിച്ചേക്കും. ശരി, എന്നാൽ വേണ്ട. എന്റെ
3-4 മാസമായിട്ടും അദ്ദേഹത്തിന് കാര്യമായ കുറവൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ ഇന്നലെയും കൂടി എക്സ്റേ എടുത്ത് നോക്കിയതാണ്. അസുഖം വളരെ കുറവുണ്ട്. ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാം. ഈയിടെയായി ബാബുവിനെ എപ്പോഴും പരിഭവവും പിണക്കവുമാണ്. ഓ, അത് സാരമില്ല. ഈ അസുഖത്തിൽ നിന്നും ഉണ്ടായതാണ് അകാരണമായ ഒരു അതൃപ്തി. അതങ്ങ് മാറിക്കൊള്ളും. മറിയക്കുട്ടി, മറിയക്കുട്ടി, ആ കാണുന്നൊരു കുഞ്ഞിക്ക് കുറെ രൂപ തരാനുണ്ട്. ആ പൗലോസിനെയും കാണാനില്ലല്ലോ. നീ ചെന്ന് അത് ഇങ്ങോട്ട് വാങ്ങിച്ചു വാ. 3-4 മൈൽ നടക്കണ്ടേ? എന്നെ കൊണ്ടാവില്ല. പതിയെ നടന്നേച്ചാ മതി. വേണമെങ്കിൽ 5-10 രൂപ നീ എടുത്തോ. ഇരുട്ടിയിട്ട് ചെന്നാൽ അയാളെ കാണാൻ പറ്റില്ല. എന്നാ ഇപ്പൊ തന്നെ പോയിട്ട് വരാം. എന്നാ വേഗം ചെല്ലേ ചെല്ലേ. ചേട്ടാ, ചേട്ടാ. ആരാത്? ഞാനാ, ലിസി. രൂപ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. നേരത്തെ വരാൻ പറ്റിയില്ല, അല്പം താമസിച്ചു പോയി. ഓ, സാരമില്ല. നീ കേറി വാ. എനിക്ക് നല്ല സുഖമില്ല. ഇതാ. നീ അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ നല്ലവൻ തന്നെ, ഏത് സഹായവും ചെയ്യും. പക്ഷെ അത് ഇങ്ങോട്ടും വേണം. എന്നെ തുടരുത്. നീ എത്ര പതിവൃത്തി ചാവേണ്ടത്. കുട്ടി, ഞാൻ വെറുതെ ഒന്ന് പരീക്ഷിച്ചതല്ലേ. അവളുടെ സ്വഭാവം അറിയാൻ. മനസ്സിലായ? മനസ്സിലായി. പക്ഷെ ഒരു ഗർഭിണിയോട് ഇത് വേണ്ടായിരുന്നു. എവിടെ? ഡ്രൈവർ, കാർ നിർത്തൂ. അയ്യോ, എന്ത് പറ്റി ലിസി? ഒന്നുമില്ല. വരി ലിസി, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇല്ല ചേച്ചി, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അവിടെ ആരുമില്ല. തമ്പിയച്ചാൻ തോട്ടത്തിൽ പോയിരിക്കുകയാണ്. പപ്പ ബാങ്കിലും പോയിരിക്കുന്നു. വരൂ ലിസി. അമ്മ, ഇതാ ഇതൊടുക്ക. ഇത്രയും വില കൂടിയ സാരി എനിക്ക് വേണ്ട ചേച്ചി. നീ ഇതങ്ങോട്ട് ഉടുക്ക്. വേണ്ട അമ്മ. അമ്മ,
നീചൻ, നിനക്ക് പണമില്ലെന്നായപ്പോൾ നീ ഏത് വീട്ടിലേതാണെന്ന് പോലും അയാൾ ഓർത്തില്ലല്ലോ. എനിക്കിത് മതി ചേച്ചി. ശരി, വരൂ. കോമ്പൗണ്ട് സാറേ, വേഗം മരുന്ന് വന്നാട്ടത്. ഞാനൊരല്പം സ്പീഡിലാ. എന്താ മറിയക്കുട്ടി ഇത്ര ധൃതി? എന്റെ അന്നാമ്മേ, എന്നാ പറയാനാ, ഞങ്ങളുടെ മുതലാളിയുടെ വീട്ടിലെ ഒരു എച്ചിയുടെ മരത്തുണ്ട്. ഞാനില്ലാത്ത തക്ക നോക്കി അവിടെ വരവ്. അവൾ എന്റെ പള്ളക്കടിക്കുന്ന മട്ട. അവളെ ഞാനൊന്ന് പിടിക്കും. ആരാ മറിയക്കുട്ടിയാണ്? ഓ, അങ്ങ് പൊങ്ങിയെടുത്തയാ, മത്തായി സാറിന്റെ മോള്. ആ ലിസിയോ? ലുസി. ചുമ്മാ നുണ പറയാതെ, അവിടെ ഒരു പാവമല്ലേ? ആ, പാവമാ. കണ്ണു അടച്ചോണ്ട് പൂച്ച പാല് കുടിക്കുന്നത് പോലെ. അവളെ ഞാൻ മരുന്ന് കാണാറ്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഞാൻ പോട്ടെ ചേച്ചി. വേണ്ട. ഇല്ല മോളെ, നേരമായി. ചേച്ചി ഇന്ന് പോയിട്ട് നാളെ വരാം. വിടില്ല. അയ്യോ, അല്ല, നീ ഇനി പോന്നോ? ഒരാഴ്ച കൂടി കഴിയണമെന്നല്ലേ ഡാക്ടർ പറഞ്ഞത്? എനിക്കിപ്പോ സുഖമുണ്ട്. എന്നാലും കുറച്ച് വിശ്രമിക്കണം കേട്ടോ. ഞാൻ ആ ദേവസ്യാച്ചന്റെ അവിടെ മരുന്ന് പോയിട്ട് വരട്ടെ. ഇന്ന് അവിടെ ഒരു മാമോദിവസമുണ്ട്. കുഞ്ഞിനെ ചായ ഉണ്ട് കേട്ടോ. വേണ്ട. ലിസിയുടെ സന്ധ്യയ്ക്കൊന്ന് പോയതാ. ആശുപത്രി വന്നില്ലേ? ലില്ലി ഉറങ്ങി. ഇനി ഞാൻ പോട്ടെ. തനിച്ചു പോകണ്ട, ജോലിക്കാരിപ്പോ വരും. ഞാൻ കൂട്ടി അയക്കാം. വേണ്ട ചേച്ചി, ഇപ്പൊ തന്നെ നേരം വളരെ ഇരട്ടി. ഞാൻ പോയിട്ട് നാളെ വരാം. നിനക്ക് വേണ്ടി എത്രായിരം രൂപ ഞാൻ മുടക്കി. പശുക്കളെ വാങ്ങിച്ചു തന്നു. നിനക്ക് എന്ത് പണം ഞാൻ തന്നിട്ടുണ്ട്. തയ്യൽ മെഷീൻ വാങ്ങിച്ചു തന്നു. ആശുപത്രിയിൽ കൊടുക്കാൻ രൂപ തന്നു. ഇനിയും എത്ര രൂപ വേണമെങ്കിലും മുടക്കാം. പക്ഷേ ആ സ്നേഹം എന്നും ഉണ്ടായിരിക്കണം. മനസ്സിലായോ? നേരം നോക്കി വന്നിരിക്കുന്നു. അകത്താരാ? അകത്താരാന്ന്? അല്ലാതാരാ? എന്തുവാ ഈ പിറുപിറുക്കുന്നേ? അല്ലേ, അങ്ങനെ ഒരു മനുഷ്യനല്ലയോ? കട്ടിയോളുമില്ല. പിന്നെ ആരെങ്കിലും വേണ്ടായോ? നല്ല സമയം നോക്കി വന്നിരിക്കുന്നു. എസ്റ്റേറ്റിലെ കുഴപ്പങ്ങൾ കാരണം ഇന്നലെ വരാൻ പറ്റിയില്ല. ഏതായാലും കുഞ്ഞിന്റെ അസുഖമെല്ലാം മാറി. ഞാൻ ഭയപ്പെട്ടു പോയി. പക്ഷേ ഡോക്ടറുടെ ചികിത്സ ശരിക്കും ഫലിച്ചു. ഈ കുഞ്ഞിന്റെ ജീവൻ വീണ്ടെടുത്ത ഡോക്ടറോട് നാം നന്ദി കാണിക്കണ്ടേ? സംശയം എന്താ? ആ ഡോക്ടർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ആ ഡോക്ടർ ആരാണെന്ന് അറിയാമോ? ആര്? ലിസി. ലിസിയോ? അതെ, സ്നേഹവതിയായ നിങ്ങളുടെ പാവപ്പെട്ട സഹോദരി തന്നെ. ഒരു തെണ്ടിപ്പെട്ടിയെ പോലെ നിങ്ങൾ എല്ലാവരും ആട്ടിയിറക്കിയിട്ടും ഈ വീടിന്റെ എല്ലാ വാതിലുകൾ കൊട്ടിയടച്ചിട്ടും രാത്രിയിൽ ആരും അറിയാതെ ഇവിടെ വന്ന് കുഞ്ഞിനെ പാലൂട്ടിയും താരാട്ടിയും അവൾ ആശ്വസിപ്പിച്ചു. മരുന്ന് കൊടുത്തും മനസ്സ് കൊടുത്തും ശുശ്രൂഷിച്ചു. നേരാണോ? അതെ, ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും വഹിച്ചുകൊണ്ട് ലില്ലിക്ക് വേണ്ടി അവൾ വാരിത്തൂകിയ സ്നേഹം ഓർക്കുമ്പോൾ എന്റെ കണ്ണുകൾ നിറയുന്നു. അവൾ മനുഷ്യപുത്രിയല്ല, സ്വർഗപുത്രിയാണ്. ഞാൻ പശ്ചാത്തപിക്കുന്നു ജോളി. എന്റെ ഹൃദയം ഇത്രയും കഠിനമാകണ്ടായിരുന്നു. നീ ഇപ്പൊ തന്നെ അവളെ കണ്ടിട്ട് വരൂ. അവൾക്ക് എന്ത് വേണമെന്ന് അറിഞ്ഞിട്ട് വരും. അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്.
എന്താ ബാബു വന്നോ? ഞാൻ വരില്ലെന്ന് വിചാരിച്ചല്ലേ? ഒരാഴ്ച കൂടി കഴിയണമെന്ന് ഇന്നലെയും ഡോക്ടർ പറഞ്ഞു. പക്ഷെ ഞാനിനി പോന്നു. ഇപ്പോ നല്ല സുഖമുണ്ടല്ലോ? പരമസുഖം. നിനക്കും സുഖമാണല്ലോ. എന്താണ് അങ്ങനെ ചോദിച്ചത്? എന്റെ ഭാര്യയുടെ സുഖാസുഖങ്ങൾ ഞാൻ അന്വേഷിക്കണ്ടേ? തീർച്ചയായും വേണം. പക്ഷേ ഈ ചോദ്യം പിൻവലിച്ചിരിക്കുന്നു. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞോ? പരിപാടിയോ? അതെ, പരിപാടി. എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. എന്താ ബാബു പറയൂ. എന്തൊക്കെ നടന്നിട്ടുണ്ടോ അതൊക്കെ. ദൈവമേ. എടീ പതിവ്രതാരത്വമേ, നീ ഇതുവരെ എവിടെയായിരുന്നു? എന്നോട് പരിഭവിക്കരുത്. ഞാൻ ലില്ലിയുടെ അടുത്തായിരുന്നു. ലില്ലിയുടെ അടുത്ത്? നീ ഒരിക്കലും പോകാതിരുന്ന വീട്ടിൽ പോയത് ഞാൻ വിശ്വസിക്കണം അല്ലേ? ആ വീട്ടിൽ എനിക്ക് പോകേണ്ടി വന്നു. ഞാൻ പോയി. നീ പോയത് അവിടെയല്ല, പാപ്പത്തിന്റെ വീട്ടിലേക്കാണ്, ആ തെമ്മാടിയുടെ. ശരിയാണ്, ഞാൻ അവിടെയും പോയിരുന്നു. അവിടെ മാത്രമേ നീ പോയുള്ളൂ? അവിടെ മാത്രം? അവിടെ നീ എന്ത് ചെയ്യായിരുന്നു? ഞാൻ എനിക്ക് മനസ്സിലായി. നീ അവിടെ സല്ലപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, ഞാൻ കണ്ടു നിങ്ങളുടെ പ്രണയരംഗം. പ്രണയരംഗമോ? എന്റെ മാതാവേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്? ഇനി എന്റെ കണ്ണിൽ മണ്ണിടാമെന്ന് വിചാരിക്കണ്ട. പകൽ പോലെ എനിക്കെല്ലാം മനസ്സിലായി. ബാബു, എനിക്കൊരപേക്ഷ മാത്രമേ ഉള്ളൂ. ദൈവത്തെ ഓർത്ത് എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ശരിയായിട്ട് ധരിച്ചിരിക്കും. നിന്റെ ഭർത്താവ് ഒരു തൊഴിലാളിയായി മാറിയപ്പോ നീ മുതലാളിയെ കൂട്ടുപിടിച്ചു. കാരണം നീ മുതലാളി പെണ്ണാണ്. നിനക്ക് പണം വേണം, സുഖം വേണം. പണം നോക്കി ബാബുവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചവളല്ല ഞാൻ. ആ എന്റെ മുഖത്ത് നോക്കി ബാബുവിന് ഇങ്ങനെ പറയാൻ തോന്നുന്നല്ലോ. ഓരോ വാക്കിലും ഓരോ ചലനത്തിലും ഭർത്താവിനെ മാത്രം വിചാരിച്ച് കഴിയുന്നവളാണ്. എന്തിന്? ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ബാബു, ഊണിലും ഉറക്കത്തിലും പാട്ടിലും പ്രാർത്ഥനയിലും എന്റെ ഭർത്താവും കർത്താവും ബാബു മാത്രമാണ്. അത് പരിശുദ്ധ മാതാവിനറിയാം. തിരുമുമ്പിൽ നിന്ന് സത്യം ചെയ്യുന്നു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ബാബു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ നല്ലവളാണ്. ഈ സാരിയൊക്കെ നീട്ടി എന്റെ ചേച്ചി തന്നതാണ്. നയവഞ്ചകി. നിത്യശത്രുക്കളായ ചേച്ചിയെയും ആങ്ങളെയും മറപിടിച്ച് നീ രക്ഷപ്പെടാൻ നോക്കുന്നു. എടി, ആ തെമ്മാടെ നിനക്ക് പശുക്കളെ വാങ്ങി തന്നില്ലേ? ഇല്ല. ആശുപത്രി കൊടുക്കാൻ പണം തന്നില്ലേ? ഇല്ല. കള്ളം, പച്ചക്കള്ളം. ഭർത്താവിന്റെ ചികിത്സയ്ക്ക് മാംസം വെച്ച് പണം ഉണ്ടാക്കിയ സുന്ദരിയായ ഒരു ഭാര്യ. എന്റെ ബാബു, എന്നെ പറ്റി അങ്ങനെ ഒന്നും പറയരുത്. എന്റെ ഭർത്താവിന് വിരോധമായിട്ട് എന്റെ മനസ്സിൽ ഇതേവരെ ഒരു ചിന്ത പോലും ഉണ്ടായിട്ടില്ല ബാബു. എല്ലാ വേശികളും പറയുന്നതാണ്. എന്റെ വീട്ടിൽ പുറത്ത് എന്റെ പേര് തിരിക്കാൻ നിനക്ക് യോഗ്യതയില്ല. എന്റെ ബാബു, എന്നെ കൊന്നോളൂ. ഈ കാൽച്ചുവട്ടിൽ കിടന്ന് ഞാൻ മരിച്ചോളാം. ഒരു നിമിഷം അവിടെ കണ്ടുപോകും. ബാബു, ബാബു, ദൈവത്തെ ഓർത്ത് ഈ രാത്രിയിൽ ഞാൻ എവിടെ പോകും ബാബു? എവിടെയെങ്കിലും പോ. ബാബു, ബാബു.
എവിടെ ബാബു? അറിയില്ല എവിടെയാണെന്ന്. എനിക്ക് അവിടെ ഒന്ന് കാണണം. എന്തിന്? ഈ പണം അവൾക്ക് കൊടുക്കാൻ, ഈ വീട് മടക്കിയെടുക്കാൻ, നഷ്ടപ്പെട്ടു പോയ ജീവിത സമാധാനം വീണ്ടെടുക്കാൻ. ഇനിയും മൗനവും. അയ്യോ, ഈ സാരി കഷ്ണം എവിടെ ഇങ്ങനെ വന്നു? ഇത് ഞാൻ അവൾക്ക് കൊടുത്ത സാരിയാണല്ലോ. ഇതെങ്ങനെ കീറി? മുഷിഞ്ഞു കീറിയ തുണിയും ഉടുത്തുകൊണ്ട് അവൾ എന്റെ വീട്ടിൽ വന്നപ്പോൾ ഈ കൈകൾ കൊണ്ട് ഞാൻ ഉടുപ്പിച്ചു വിട്ട സാരിയാണിത്. നിങ്ങൾ അവൾ എന്ത് ചെയ്തു? കൊന്നോ? പറയൂ, കുഴിച്ചു മൂടിയോ? ഞാനവളെ തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധരിച്ചു? എന്തിന്? പട്ടിണി കിടന്നും പഴന്തുണി ഉടുത്തും ഭർത്താവ് ഭർത്താവെന്നും പറഞ്ഞ് ഓടി നടന്ന ആ പാവപ്പെട്ട പെണ്ണിനെ തെറ്റിദ്ധരിച്ച നിങ്ങൾ മനുഷ്യനാണോ? മാലയും വടയും വിറ്റ് അവൾ പശുക്കളെ വാങ്ങി പാല് വിറ്റ് നിങ്ങളെ ചികിത്സിച്ചു. ഒന്നും വേണ്ട, പൂർണ്ണ ഗർഭിണിയല്ലേ അവൾ. നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാരം ചുമക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ. ഒരമ്മയല്ലേ നിങ്ങളെയും പ്രസവിച്ചത്? എന്താ മിഴിച്ചു നിൽക്കുന്നത്? അവൾ എവിടെയാണെന്ന് പറയൂ, പറയൂ. ഞാൻ തെറ്റ് ചെയ്തു പോയി. പ്രസവം കഴിഞ്ഞല്ലോ. പ്രസവം കഴിഞ്ഞു. പക്ഷേ ഡോക്ടർ ഒന്ന് വരണം. ഡോക്ടർ, എന്റെ ലിസി എവിടെ ഡോക്ടർ? നിങ്ങളുടെ ലിസി ഇവിടെ ഇല്ല. അവൾ എവിടെ പോയി? സ്നേഹിക്കാനും വിശ്വസിക്കാനും അറിയാത്ത മനുഷ്യബന്ധങ്ങളോട് അവൾ യാത്ര പറഞ്ഞിരിക്കും. എന്റെ ലിസി മരിച്ചുപോയോ ഡോക്ടർ? ഒരു നോക്ക് അവളെ കാണാനുള്ള ഭാഗ്യം പോലും എനിക്കില്ലാതായി പോയല്ലോ ഡോക്ടർ. നിങ്ങളുടെ പുറകെ അവൾ ഇറങ്ങിത്തിരിച്ചു. നിങ്ങളെ മാത്രം സ്നേഹിച്ചു, നിങ്ങളെ മാത്രം വിശ്വസിച്ചു, നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു. എന്നിട്ട് നിങ്ങൾ
ഞാൻ പാപിയാണ് ഡോക്ടർ, മഹാപാപി. വേദനയും യാതനയും തിന്ന് വിയർപ്പും കണ്ണീരും കുടിച്ച് നിങ്ങൾക്ക് വേണ്ടി അവൾ കഷ്ടപ്പെട്ടു. ആ പരമസാധ്വിയെ പട്ടിയെ പോലെ ആട്ടിപ്പായിച്ച നിങ്ങൾ ഒരു മനുഷ്യനാണ് ഡോക്ടർ. അവൾ വിശ്വസിച്ചു, നിങ്ങൾ അവിശ്വസിച്ചു. അവൾ സ്നേഹിച്ചു, നിങ്ങൾ സംശയിച്ചു. ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ എന്ത് സമാധാനം പറയും? ക്ഷമിക്കൂ ഡോക്ടർ, ഞാൻ തെറ്റ് ചെയ്തു. മനുഷ്യനും ദൈവത്തിനും പൊറുക്കാനാകാത്ത തെറ്റ്. എനിക്ക് വേണ്ടി ആയുസ്സും ആരോഗ്യവും നശിപ്പിച്ച അവളെ ഞാൻ സംശയിച്ചു. ഞാൻ കാട്ടാനോ ഡോക്ടർ, കാട്ടാൻ. എനിക്ക് കണ്ണുകളില്ലായിരുന്നു. അവളെ ഒന്ന് കണ്ട് മാപ്പ് ചോദിക്കാനാണ് ഡോക്ടർ ഞാൻ വന്നത്. അവൾ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അവളെ വേദനിപ്പിക്കില്ലായിരുന്നു, ഒരിക്കലും വേദനിപ്പിക്കില്ലായിരുന്നു. ഡോക്ടർ, അവളുടെ ശവശരീരമെങ്കിലും എന്നെ ഒന്ന് കാണാൻ അനുവദിക്കുമോ? നിങ്ങളുടെ കുഞ്ഞിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. എവിടെ ഡോക്ടർ? എന്റെ കുഞ്ഞെവിടെ? എന്റെ കുഞ്ഞ് അതാ മുറി. മോളെ, കർത്താവ് നിന്നെ രക്ഷിച്ചു. ലിസി, കുഞ്ഞോടെ അതാ അപ്പുറത്തുണ്ട്. എന്റെ കുഞ്ഞ്, എന്റെ മോനെ. ലിസി, എനിക്ക് മാപ്പ് തരൂ. എനിക്ക് മാപ്പ് തരില്ലേ ലിസി? ബാബു, ഡോക്ടർ, എന്നാലും നിങ്ങൾ എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചല്ലോ. നിങ്ങൾ അല്പം വേദനിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായി. ഈ പാവപ്പെട്ട ലിസിയെ ഇനി നിങ്ങൾ വേദനിപ്പിക്കില്ലല്ലോ. ഇല്ല ഡോക്ടർ, ഞാൻ ഇനി ഒരിക്കലും വേദനിപ്പിക്കില്ല, ഒരിക്കലും. മോളെ, ചേച്ചി, മോളെ, 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 മോളെ.